ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് വാണി. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ അക്കാഡമിക് മെന്ററാണ്. നമ്മൾ ഇന്നിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് അതുപോലെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഓൾറെഡി എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ലേൺ വൈസ് ഇവിടെ ഒരു ബിഗിനിങ്, എല്ലാത്തിനും തുടക്കം കുറിക്കുന്നതേ ഉള്ളൂ. നമ്മളിവിടെ ക്രിസ്മസ് മാത്രമല്ല, നമ്മളൊരു ന്യൂ ഇയർ കൂടെ ആണ് ഇവിടെ ആഘോഷിക്കാൻ പോകുന്നത്. എക്സാംസിന്റെ ഒക്കെ ഒരു ചടപ്പിലൊക്കെ ആയിരിക്കും എല്ലാവരും. പക്ഷേ നാളെ എക്സാം ഇല്ല. മാക്സിമം എല്ലാവരും ഈ ഒരു ഇവന്റ് മാക്സിമം എൻജോയ് ചെയ്യുക. പിന്നെ ലാംഗ്വേജിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനൊക്കെ ഒരു ഡൗട്ട് ചോദിക്കുന്നതാണ്, മിസ് വിർച്വലി എങ്ങനെയാണ്, ഇപ്പൊ Jan 25 സ്റ്റുഡൻസ് റീസെന്റ് ആയിട്ട് ചോദിച്ചതാണ്, വിർച്വലി എങ്ങനെയാണ് മിസ് ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നിങ്ങൾ ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ച കുട്ടികളായിട്ട് പറയാണ്. ഇത് നിങ്ങളുടെ തുടക്കം മാത്രമാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് ഓരോ ഓരോ ആഘോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബീങ് എ പാർട്ട് ഓഫ് ലാംഗ്വേജ് നിങ്ങൾ എല്ലാം ആഘോഷിക്കും. എന്തൊരു ഇവന്റ് ആയിക്കോട്ടെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ ആഘോഷിച്ചിരിക്കും. പക്ഷെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഓരോ ഈവന്റ്സിന്റെയും സക്സസ് എന്ന് പറയുന്നത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇവന്റ്സ് കണ്ടക്ട് ചെയ്യാൻ ഞങ്ങളും റെഡിയാണ്. സോ ലെറ്റ്സ് നമുക്കിവിടെ തുടങ്ങാം. നമ്മുടെ ക്രിസ്മസ് അതേപോലെ ന്യൂ ഇയർ പ്രോഗ്രാം നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു എൻറ്റയർ ഫാമിലി, ഞങ്ങൾ എൻറ്റയർ ലാംഗ്വേജ് ഫാമിലി ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു ഇവന്റിലേക്ക് വളരെയധികം സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു. ഇന്ന് എൻ്റെ കൂടെ ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യാനായിട്ട്, ഹോസ്റ്റ് ചെയ്യാനായിട്ട് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തസീൻ മാമും അതേപോലെ തന്നെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അക്ഷര മാമും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഓവർ ടു യു മാം. ഓക്കെ, താങ്ക് യു വാണി മാം. താങ്ക് യു. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും വിഷു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. നമ്മളെല്ലാവരും ശരിക്കും ഒരു വർഷത്തിന്റെ അവസാന ഘട്ടത്തിലുമാണ്, ഏകദേശം അതുപോലെ പുതിയൊരു വർഷത്തിന്റെ ആരംഭഘട്ടത്തിലുമാണ് അല്ലേ? ശരിക്കും എങ്ങനെ ഉണ്ടാകും നിങ്ങൾക്ക് 2024 കഴിയാറായി? എന്നാലും ഒറ്റ വാക്കിലൊക്കെ പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക? ഓക്കെ, എന്തുവാട്ടെ അതിലോട്ടൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ഇവന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടാലന്റുകൾ ഒക്കെ നിങ്ങൾക്ക് പുറത്തെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നിങ്ങളുടെ എല്ലാ കഴിവുകളും, നമുക്ക് എപ്പോഴെപ്പോഴും അവസരങ്ങൾ കിട്ടണമെന്നില്ല, കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പൊ നിങ്ങളുടെ എല്ലാ കഴിവുകളും എല്ലാം പുറത്തെടുക്കാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് ലേണേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് നമുക്ക് അഡ്രസ് ചെയ്യാനായിട്ട് എത്തുന്നത് നമ്മുടെ ലേൺവൈസിന്റെ CEO ആയിട്ടുള്ള റഹീസ് സാർ ആണ്. സോ സാറിന് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. സർ, ഓവർ ടു യു സർ. ഗുഡ് ഈവനിങ് എവ്രി വൺ. സോ ഇന്നൊരു ഫെസ്റ്റീവ് മോഡിലാണ് നമ്മൾ ഇപ്പം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പം ഇപ്പം ജോയിൻ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് 200, ക്ലോസ് ടു 200 പാർട്ടിസിപ്പൻസ് ഇപ്പം നമുക്കുണ്ട്. അപ്പം ലേൺവൈസിലെ എല്ലാ ടീം മെമ്പേഴ്സും അതുപോലെ തന്നെ ലേൺവൈസിലെ ലേണേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു മീറ്റിംഗ് കൂടിയാണ് ഇന്ന് ഇപ്പം നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അതുപോലെ തന്നെ ലേണേഴ്സിൽ ഇപ്പം പുതിയതായിട്ട് അഡ്മിഷൻ ലേൺവൈസിൽ റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്തവരുണ്ടാവും. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ലേൺവൈസിൽ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ തുടക്കത്തിൽ വാണി മാം പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയാണ് വിർച്വലി, ഇപ്പം പലർക്കുള്ള സംശയമാണത്, വിർച്വലി എങ്ങനെയാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് എന്നുള്ളതാണ് പലർക്കും ഉണ്ടാകുന്ന സംശയം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ലേൺവൈസിൽ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന, വളരെ സക്സസ്ഫുൾ ആയിട്ടും അതുപോലെ തന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനോടൊക്കെ കൂടിയിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതിൽ ഒന്നാണ് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം, അല്ലെങ്കിൽ വിർച്വൽ ആയിട്ട് നമ്മൾ ഇപ്പം കണ്ടക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്.
അപ്പം അതിന്റെ ഒരു നാക്ക് എന്ന് പറയുന്നില്ലെങ്കിൽ അതിന്റെ ഒരു സക്സസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേണേഴ്സിന്റെയും നമ്മുടെ മെന്റേഴ്സിന്റെയും മറ്റ് ടീം മെമ്പേഴ്സിന്റെ ഒക്കെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ തന്നെയാണ് ഓരോ പ്രോഗ്രാമിനെയും വിജയിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്ന ലേണേഴ്സിനൊക്കെ എൻകറേജ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള വിർച്വലായിട്ട് നമുക്ക് നമ്മൾ ഓഫ്ലൈനായിട്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കാരണം നമുക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ നമ്മുടെ ലേണേഴ്സ് ഒക്കെ ഉണ്ട്. ഈവൻ നമ്മുടെ മെന്റേഴ്സും മറ്റേ അക്കാഡമിക് കൗൺസിലേഴ്സും ഒക്കെ പല ഭാഗത്തു നിന്നാണ് വർക്ക് ചെയ്യുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ തന്നെ ഉള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ഒരു ഓഫ്ലൈൻ ആയിട്ട് ഒരു മീറ്റ് സംഘടിപ്പിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം പലരും ഇപ്പൊ നിങ്ങളുടെ ലേണേഴ്സിൽ തന്നെ പലരും വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് നമ്മുടെ ടെക്നോളജിയുടെ ഒക്കെ ഒരു സഹായത്തോട് കൂടിയിട്ട് ഇങ്ങനെ വിർച്വലായിട്ട് കൂടുക എന്ന് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ലേൺവൈസിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഒന്ന് സംസാരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഇവന്റിലോട്ട് ഒന്ന് കിടക്കാം നമുക്ക്. അപ്പം ലേൺവൈസ് ഇപ്പൊ നിങ്ങൾ അറിയുന്നവരുണ്ടാവും. അപ്പം ലേൺവൈസിൽ ഇപ്പൊ 3 ഇയർ ഒക്കെ ഒരുമിച്ച് 3 വർഷമൊക്കെ ഒരുമിച്ച് പഠിക്കുന്നവരുണ്ടാവും. ഒരുപാട് പേര് പാസ് ഔട്ട് ആയിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. 4-4.5 വർഷമായിട്ട് ലേൺവൈസ് നമ്മുടെ ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇഗ്നോ കോഴ്സസിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ 4-4.5 വർഷമായിട്ട് നമ്മൾ തുടക്കത്തിൽ ഒരു 4 കോഴ്സിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മളിപ്പോൾ 22ഓളം കോഴ്സസിന് ഇഗ്നോ കോഴ്സസിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ലേണേഴ്സിന്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും അവരുടെ സപ്പോർട്ടും കൊണ്ട് മാത്രം തന്നെയാണ് അവർ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം, നമ്മൾ കൊടുക്കുന്ന സർവീസസിലുള്ള അവർക്കുള്ള വിശ്വാസം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ ഈ ഒരു നിലയിലോട്ട് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അപ്പം അത് നമുക്ക് ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ ബ്രാൻഡ് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും ഒക്കെ നമുക്ക് യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയാലും നമ്മുടെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് അനുദിനം അല്ലെങ്കിൽ ഡേ ബൈ ഡേ നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു അവസരത്തിൽ ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ട് ഓർക്കുകയാണ്. കാരണം 2024 എൻഡ് ആവാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും 2024 ഒരു റീക്യാപ്പ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ലേൺവൈസിൽ ഒരുപാട് ഹാപ്പനിങ്സ് നടന്നിട്ടുള്ള ഒരു വർഷം കൂടിയാണ് 2024 എന്ന് പറയുന്നത്. ഇപ്പം അക്കാഡമിക്സിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് 4-5 കോഴ്സസ് ഇപ്പൊ 2024 ജനുവരിയിലായിരുന്നു നമ്മൾ പുതുതായിട്ട് 12 കോഴ്സിൽ നിന്ന് 18 കോഴ്സസിലോട്ട് നമ്മൾ ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് 4 കോഴ്സസും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് 22 കോഴ്സസിലോട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് 2024 തന്നെയാണ്. അപ്പൊ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നടന്നിട്ടുള്ള ഒരു വർഷം കൂടിയാണ് 2024 എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലേണേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമ്മുടെ ലേണേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്കത് കാണാനും അവരുടെ ആ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളിൽ നിന്നൊക്കെ ഊർജ്ജം കൊണ്ടുകൊണ്ട് ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും 2024 എന്ന് പറയുന്നത് ലേൺവൈസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കരമായിട്ട് ചാരിതാർത്ഥ്യം തരുന്ന ഒരു വർഷം തന്നെയാണ്. ഇനി 2025 മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്ലാൻസും ഇനീഷ്യേറ്റീവ്സും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പൈപ്പ് ലൈനിലാണ്. അപ്പൊ ഒരുപാട് സർപ്രൈസുകളുടെ ഒരു വർഷമായിരിക്കും 2025 എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ലേണേഴ്സിനും നമ്മുടെ ടീം മെമ്പേഴ്സിനും ഒക്കെ എല്ലാവർക്കും ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷം തന്നെയായിരിക്കും 2025 എന്ന് പറയുന്നത്. അപ്പൊ അതിലായിട്ടുള്ള ഒരു പ്രയാണത്തിൽ തന്നെയാണ് ലേൺവൈസ് ഉള്ളത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് പടി എന്നോണം നമ്മുടെ പുതുതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ലേണേഴ്സിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിരിക്കും നമ്മുടെ വർഷത്തെ 2025 നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2nd and 3rd ഇയർ അഡ്മിഷൻ എടുത്തിട്ടുള്ള നമ്മുടെ ലേണേഴ്സിന്റെ ഓറിയന്റേഷനും അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ആ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിനോട് കൂടിയിട്ട് നമ്മൾ 2025 നമ്മൾ വെൽക്കം ചെയ്യും. അതിനുശേഷം വളരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർപ്രൈസുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുള്ളത് ഒന്നുകൂടി നിങ്ങളുടെ അടിവരയിട്ടിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ ഒരുപാട് റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പം പലപ്പോഴും പലരും അത് കളിയാക്കാറുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒന്നാണ്, വെറുതെ എടുക്കുന്ന എന്നുള്ളതൊക്കെ. പിന്നെ നമ്മളൊരു നാട്ടിലൊക്കെ ഇപ്പം ന്യൂ ഇയർ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടുന്ന ജിമ്മിനൊക്കെ ആയിരിക്കും. ഒരുപാട് ജിം അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ചെറിയ ചെറിയ നമുക്ക് പ്രാക്ടിക്കലായി പോസിബിൾ ആയിട്ടുള്ള നമുക്ക് കോൺഫിഡന്റ് ആയി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ അക്കാഡമിക് ജേർണി ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ.
നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഒരുപാട് ഡ്രീംസ് നമുക്ക് വെക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ലൈഫ് ഒരു കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് കുറച്ചുകൂടി കളർഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഗോൾസ് അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് എടുത്തിട്ട് അത് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള റെസൊല്യൂഷൻസും ഗോൾസും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എപ്പോഴും ആ രീതിയിലുള്ള ഒരു റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് സഹായിക്കട്ടെ, അല്ലെങ്കിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പം നമ്മുടെ ക്രിസ്മസിന്റെ ഒരു വെക്കേഷൻ മൂഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ക്രിസ്മസ് 25-ാം തീയതി കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ആ ഒരു ഫെസ്റ്റീവ് മൂഡ് ജനുവരി 1 വരെ ക്രിസ്മസിന്റെ ആ ഒരു ഫെസ്റ്റീവ് മൂഡ് എപ്പോഴും നിലനിർത്താറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ ക്രിസ്മസ് ആയാലും ഓണം ആയാലും ഈദ് ആയാലും ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസ് ആണ്, അല്ലെങ്കിൽ സെലിബ്രേഷൻസ് ആണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. നമ്മുടെ മലയാളികളുടെ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ, കേരളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജോഗ്രഫിക്കലി അത് മലയാളികൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം കേരളത്തിന് പുറത്ത് ഒരുപാട് പേര് മലയാളികളായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതി നോക്കുവാണെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത തന്നെയാണ് അതുപോലെ സെലിബ്രേഷൻസ് ഒക്കെ കൂട്ടമായിട്ട് നമ്മൾ അത് അങ്ങനെ ഒരു ഡിവിഷൻ ഒന്നും ഇല്ലാണ്ട് എല്ലാ സെലിബ്രേഷൻസും നമ്മൾ സെലിബ്രേഷൻ ആക്കിയിട്ട് എടുത്തിട്ട് അത് ആഘോഷിക്കുകയും അതിലൂടെ സാഹോദര്യം, അതുപോലെ തന്നെ ബ്രദർഹുഡ്, ഇതുപോലെയുള്ള നമ്മുടെ ഒരുപാട് വാല്യൂസ് നമ്മൾ ഷെയർ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് നമുക്ക് അങ്ങനെ തന്നെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ആ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ 2025 ഇപ്പം നമുക്ക് വരാൻ പോവുകയാണ്. 3-4 ഡേയ്സും കൂടി കഴിഞ്ഞാൽ 2025 നമ്മൾ കിടക്കുന്നുണ്ട്. അപ്പൊ അതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നല്ലൊരു വർഷമായിട്ട് നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ നല്ലൊരു വർഷമായിട്ട് 2025 മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സോ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഓൾ. താങ്ക് യു റഹി സർ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിലേക്ക് തന്നെ കടക്കാം. നമ്മളുടെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെറൈറ്റി ഓഫ് ലേണേഴ്സ് നമ്മുടെ ലേൺ വൈസിന്റെ അണ്ടറിലുണ്ട്. അപ്പോൾ ഇത്തരം വെറൈറ്റി ഓഫ് ലേണേഴ്സിൽ പല ആൾക്കാർക്കും പല ഹിഡൻ ആയിട്ടുള്ള ടാലൻസുകൾ ഉണ്ടാവും. അതൊക്കെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മളുടെ ഈ ഒരു സെലിബ്രേഷൻ ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം തന്നെ ഒരു MA സൈക്കോളജി റെന്യ എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് ഉണ്ട്, ജൂലൈ 24 ബാച്ചിലുള്ളത്. അപ്പൊ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിക്കൽ പ്ലസ് കരോൾ സോങ്ങിന്റെ ഒരു മിക്സ്ചർ ആയിട്ടാണ് സ്റ്റുഡന്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതൊന്ന് ഫസ്റ്റ് കാണാം. ഓക്കെ, അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യോ ഹന മാം? Ga 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 pa sa re ga mama mama ga 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 re pa ga 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 pa sa re ga mama mama ga 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 papa ma re sa. Rushing through the snow in a one-horse open sleigh, to the first we go, laughing all the way. The sun brought a ray, making spirits bright. For fun it is to ride and sing and stride song tonight. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, ga 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 pa sa re ga mama mama ga 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 papa ma re sa. താങ്ക് യു രന്യ, താങ്ക് യു സോ മച്ച്. എന്ത് അടിപൊളിയായിട്ടല്ലേ ആള് പാർട്ടിസിപ്പേറ്റ് ചെയ്തേ, എന്ത് ഭംഗിയായിരുന്നു കേൾക്കാനല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമ്മളെ പരിപാടി ഒന്ന് കൊഴുക്കാനായിട്ട് അടുത്തായിട്ട് നമുക്കൊരു ക്വിസ് കോമ്പറ്റീഷൻ ആയാലോ? എല്ലാവരും ഉഷാറല്ലേ? എല്ലാവരും ഒന്ന് ഉണർന്നിരുന്നേ, ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് മാഡം നമ്മളെ ചാറ്റ് ബോക്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ടിരുന്നോ. ചട്ടപ്പെടാന്ന് വെച്ചിട്ട് ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ വെടി പോലെ വരണം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മുടെ മോണിറ്റർ ചെയ്യാനായിട്ട് എത്തുന്നത് നമ്മുടെ റഹീ സാർ തന്നെയാണ്. സോ സാറിന് ഞാൻ വീണ്ടും ഇൻവൈറ്റ് ചെയ്യുന്നു. സോ ഓക്കെ സോ ഹായ് എവ്രിവൺ, ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ ഇത്ര പെട്ടെന്ന് വിളിക്കുന്നു വിചാരിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രോഗ്രാം കണ്ട് ആ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച അവരുടെ ആ ഒരു പാട്ട് വളരെ അങ്ങനെ എൻജോയ് ചെയ്ത് വരുമായിരുന്നു. അപ്പൊ വീണ്ടും ഒരു ക്വിസ് പ്രോഗ്രാമായിട്ട് അപ്പൊ അങ്ങനെ ഇതങ്ങനെ കപ്പ് കിട്ടുന്ന ഐറ്റം ഒന്നും അല്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ചാറ്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് ഒരു
നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ചെറിയൊരു പ്രോഗ്രാമാണ്. അപ്പം ആ രീതിയിൽ എല്ലാവരും അങ്ങനെ കണ്ടാൽ മതി. ഒരു കോമ്പറ്റീഷൻ ആയിട്ടൊന്നും ആരും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ നമ്മുടെ ഗാന്ധി ജയന്തിയുടെ ഭാഗമായിട്ട് നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മുടെ ലേണേഴ്സിന്റെ ഒരു ലെവൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വിസ് മാസ്റ്റേഴ്സും അതുപോലെ തന്നെ ക്വിസിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നവരും ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ലൈറ്റർ മൊമെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഈവനിങ് ഒന്ന് ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യംസ് പ്രിപ്പയർ ചെയ്തിട്ടേ ഉള്ളൂ. ഒരു 4 to 5 ക്വസ്റ്റ്യൻസ്. കാരണം നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അപ്പം ചാറ്റ് ബോക്സിൽ ഒരുപാട് റെസ്പോൺസസ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഒന്ന് അറിയിക്കോ, സ്റ്റാർട്ട് ചെയ്യാമോ? നമുക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ആൻസേഴ്സ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. വേറെ കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ ആൻസേഴ്സ് ജസ്റ്റ് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ടൈപ്പ് ചെയ്തിടോ. പിന്നെ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കപ്പോ കാര്യങ്ങളോ പ്രൈസസോ ഒന്നല്ല. നമുക്ക് ജസ്റ്റ് ഉത്തരങ്ങൾ ഇപ്പൊ തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നേരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിലെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ 2024 കുറച്ച് ചോദ്യങ്ങളാണ് 2024 റിലേറ്റഡ് ആയിട്ടുള്ളത്. ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്, അത് തന്നെയാണ്. അപ്പൊ ഇത് എവിടെയാണ്? അപ്പൊ ആ ചിത്രത്തിൽ തന്നെ ഉണ്ട് ഒരു ഐഫൽ ടവർ, അതിലുണ്ട്. യെസ്, പാരീസിലാണ് ആ ഒരു ഇവന്റ് നടന്നിട്ടുള്ളത്. അപ്പൊ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതുമായി റിലേറ്റഡ് തന്നെയാണ്. അപ്പൊ അത് എല്ലാവരും തയ്യാറായിരിക്കുക. സോ ഇതാണ് നമുക്ക് ഇന്ത്യക്ക് 2024 ഒളിമ്പിക്സ് എന്ന് പറയുന്നത് അത്ര ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഒളിമ്പിക്സ് അല്ലായിരുന്നു. അപ്പൊ അതിൽ ഒരുപാട് മെഡൽസ് ഒന്നും നമുക്കില്ല. 6 മെഡലേ ടോട്ടലേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതില് നമുക്ക് ഹൈയസ്റ്റ് മെഡൽ കിട്ടിയിട്ടുള്ള സിൽവർ ആണ്, അതൊന്നാണ്. പിന്നെ 5 ബ്രോൺസും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ചോദ്യം ഇതാണ്, ഏതൊക്കെ കാറ്റഗറീസിലാണ് നമുക്ക് മെഡൽ കിട്ടിയിട്ടുള്ളതെന്നാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ കാണാം, മലയാളി ആയിട്ടുള്ള ശ്രീജേഷ് ഒക്കെ ഉണ്ട്. അപ്പം ഏതെല്ലാം ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടിടാം. ഓക്കെ, ഏതൊക്കെ കാറ്റഗറീസിലാണ്? ടോട്ടൽ 6 മെഡൽസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഏതൊക്കെ കാറ്റഗറീസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? അപ്പം ആ കാറ്റഗറീസ് എല്ലാം കൂടി നിങ്ങൾ ഒരുമിച്ച് ടൈപ്പ് ചെയ്തിടുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ എല്ലാവരും അങ്ങനെ ഓരോന്നായിട്ട് ഇടുന്നുണ്ട്. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് പറയുവാണെങ്കിൽ ഞാൻ അവരുടെ പേര് റീഡ് ഔട്ട് ചെയ്യും. ഞാനൊരു ക്ലൂ തരാം. കാറ്റഗറീസ് വരുമ്പോ ഏകദേശം വരുന്നുണ്ട്. യെസ്, ഒരു ഐറ്റം കൂടി വരാനുണ്ട്. അത്ലറ്റിക്സ്, വെയിറ്റ് ലിഫ്റ്റിംഗ്, ബാഡ്മിന്റൺ അല്ലല്ലോ രമ്യ. ഓക്കെ, ഹോക്കി, റൈഫിൾ ഷൂട്ടിംഗ് ഉണ്ട്, കബഡി, ജാവലിംഗ്, റെസ്ലിംഗ്. കബഡി ഇല്ലാന്ന് തോന്നുന്നു ബഷീർ. ഷൂട്ടിംഗ്, ഹോക്കി, ജാവലിംഗ് ആൻഡ് ബോക്സിംഗ് വന്നിട്ടില്ല. ഷൂട്ടിംഗ് ഓക്കെയാണ്. പിന്നെ നമുക്ക് നേരെ അതിലോട്ട് നോക്കാം, ഉത്തരത്തിലോട്ട് നോക്കാം. ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട്. അത്ലറ്റിക്സ് വിഭാഗത്തിൽ നമുക്ക് ജാവലിന് നീരജ് ചോപ്ര കിട്ടിയിട്ടുണ്ട്. ഷൂട്ടിങ്ങിൽ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഹോക്കിയിലും അതുപോലെ തന്നെ റെസ്ലിംഗിലും ആണ് നമുക്ക് മെഡൽസ് ലഭിച്ചിട്ടുള്ള കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഒരുപാട് പേര് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഒറ്റയടിക്ക് അതാരും പറഞ്ഞിട്ടില്ല. വന്നിട്ടുണ്ട്. ഹരി, ഐശ്വര്യ, ശ്രീകുട്ടി, അങ്ങനെ ഒരുപാട്, നൂറ, ഗീതു, സൂസൻ, ഒരുപാട് ഇത് വരുന്നുണ്ട്. എനിവേ, എല്ലാം കൂടി ഒരുമിച്ച് പറയാന്നുള്ളത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. നീരജ് ചോപ്ര കിട്ടിയത് അറിയാം, അത് ജാവലിംഗ് ആണ്, അത്ലറ്റിക്സ് കാറ്റഗറി ആണ്. അതുപോലെ തന്നെ ഷൂട്ടിങ്ങിലാണ് നമുക്ക് കൂടുതൽ മെഡൽസ്, ഇൻഡിവിജ്വൽ മെഡൽസ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു റെസ്ലിംഗിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബ്രോൺസ്. അതുപോലെ തന്നെ ഹോക്കിയിൽ നമുക്ക് ബ്രോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഈ ആലപ്പുഴയുള്ളവരൊക്കെ ഒന്ന് ആരെങ്കിലും ഉണ്ടോ? ആലപ്പുഴ, കുട്ടനാട് ഭാഗത്തുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? നമ്മുടെ ലേണേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ടീം മെമ്പേഴ്സിലൊക്കെ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം. ആലപ്പുഴ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാൻ പറ്റുമായിരിക്കും. ഓക്കെ, അത് അടുത്ത ചോദ്യം ഇതാണ്. 70ാമത്തെ നെഹ്റു ട്രോഫി വെള്ളംകളിയിലെ വിന്നർ ആയിട്ടുള്ള ബോട്ടിന്റെ പേര് അല്ലെങ്കിൽ ക്ലബിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് ഉത്തരങ്ങൾ വരുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. ഒരുപാട് മുരളീധരൻ,
കഴിഞ്ഞ ക്യൂസിലെ ഒരു വിന്നർ ആയിരുന്നു. ആലപ്പുഴയിൽ നിന്നാണ് അല്ലേ? ഓക്കെ. അഡ്വക്കേറ്റ് അജിഷ മനോജ് പറഞ്ഞിട്ടുണ്ട്. കരിച്ചാൽ ചുണ്ടൻ, ചിജേഷ്, രമ്യ, നിത, കാർത്തിക, അതുൽ മാത്യു, മെഹർ, കാർത്തിക, ആര്യ, നവ്ജോത്, അജിത്, സോഫിയ. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. വളരെ ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ്. കരിച്ചാൽ ചുണ്ടനാണ്. അതിന്റെ ആ ഒരു ബോട്ടിന്റെ ക്ലബിന്റെ പേര് ആർക്കെങ്കിലും അറിയോ? അതാണ് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ളത് തോന്നുന്നു. ആ ഒരു ക്ലബിന്റെ പേര്, ഓരോ ക്ലബ് ഉണ്ടായിരിക്കും. നിങ്ങൾ ചുണ്ടന്റെ പേര് ശരിയാണ്. ഏത് ക്ലബിനാന്നുള്ളത് ആർക്കെങ്കിലും അറിയാവോ? കരിച്ചാൽ ചുണ്ടൻ. പള്ളത്തുരുത്തി. യെസ്, ആദ്യം ആരാ പറഞ്ഞിട്ടുള്ളത്? പള്ളത്തുരുത്തി എന്നുള്ള അതുൽ മാത്യു പറഞ്ഞിട്ടുണ്ട്. ജിതിൻ, അതുപോലെ തന്നെ നവ്ജോത്, ആര്യ, രമേശ്, നൂറ, കാവ്യ. വെരി ഗുഡ്, വെരി ഗുഡ്. അതന്നെ, പള്ളത്തുരുത്തി ബോട്ട് ക്ലബിനാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ജേതാക്കളായിട്ടുള്ള കരിച്ചാൽ ചുണ്ടനാണ് ആൻസർ വരുന്നത്. ഗ്രേറ്റ്, ഗ്രേറ്റ്. സോ നമ്മുടെ ഇപ്പം വിയോഗം നമുക്ക് ഒരു വലിയൊരു മലയാള സാഹിത്യത്തിന്റെ വലിയൊരു നഷ്ടമാണ് MTയുടെ വിയോഗം എന്ന് പറയുന്നത്. അപ്പൊ MT റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചു. അപ്പൊ MTക്ക് ഒരുപാട് നാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം MTയുടെ തിരക്കഥക്ക് എത്ര നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. എത്ര നാഷണൽ അവാർഡ് തിരക്കഥക്ക് മാത്രം കേട്ടോ. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ഏറ്റവും മികച്ച തിരക്കഥക്കുള്ള എത്ര നാഷണൽ അവാർഡ് MTക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പറയാം. ഓക്കെ, ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട്. ആരാണ് പറയുന്നത്? പേര് ജോബിയാണ്, ആലപ്പുഴയാണ്. ജോബിയാണ്, പക്ഷെ ടൈപ്പ് ചെയ്യാൻ സമയമില്ല, വണ്ടി ഓടിച്ചോണ്ടിരിക്കും. ഡ്രൈവ് സേഫ്. വണ്ടി ഓടിച്ചോണ്ടിരിക്കും. നിങ്ങളെല്ലാം ഓടിക്കുന്നേ, വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഓക്കെ. അപ്പം ജോബി പറഞ്ഞതാണ് കറക്റ്റ് ആൻസർ. 4 തിരക്കഥക്കുള്ള ബെസ്റ്റ് നാഷണൽ അവാർഡ്സ് MTക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്, 5ഉം 4ഉം ഒക്കെ. പിന്നെ ജോബിയുടെ അല്ലാണ്ട് പിന്നെ ഗീത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിത, പിന്നെ ശ്രീകുട്ടി, മുബഷിർ, മെഹർ, വിഭ, അക്ഷയ, കാർത്തിക, ഫക്രുദ്ദീൻ എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ ക്യൂസിലെ ഒരു വിന്നർ ആയിരുന്നു ഫക്രുദ്ദീൻ. പിന്നെ ആയിരുന്നു ടീന, ഫ്രാങ്ക്ലിൻ, മുരളീധരൻ, ഇവരൊക്കെ ആയിരുന്നു അന്ന് ക്യൂസിലെ വിന്നേഴ്സ് എന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഓർക്കുന്നത്. ഓക്കെ, ഒരുപാട് പേര്. റിയൽ ഹരി പറഞ്ഞിട്ടുണ്ട്. അതാ ഇവിടെ ലിസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട് കാർത്തിക. ഓക്കെ, സോ നമുക്ക് ആ ഒരു ലിസ്റ്റിലോട്ട് നോക്കാം. ഒരു വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ കിട്ടിയിട്ടുണ്ട്. പിന്നെ കടവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ MT ഡയറക്ട് ചെയ്തിട്ടുള്ള പടം കൂടിയാണ് കടവ് എന്ന് പറഞ്ഞു. പിന്നെ സതയം, പരിണയം, ഈ 4 ചിത്രങ്ങളുടെ തിരക്കഥക്കാണ് MTക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പം അടുത്തൊരു ചോദ്യം, ലാസ്റ്റ് ചോദ്യം കൂടിയാണ്. ജസ്റ്റ് നിങ്ങൾ നമ്പർ ഇടുക. ടോട്ടൽ എത്ര MTക്ക് എത്ര നാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്? തിരക്കഥയും ബെസ്റ്റ് ഫിലിമും അതുപോലെ തന്നെ എൻവയോൺമെന്റ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ടല്ലോ. എത്ര നാഷണൽ അവാർഡ്? 16 ഒക്കെ ഉള്ളോ? അത്രയൊന്നും ആർക്കില്ലല്ലോ. ടോട്ടൽ എത്ര നാഷണൽ അവാർഡ്സ് MTക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്യാവോ? ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഫർസാനയാണ്. 7 ആണ് കറക്റ്റ് ആൻസർ. യെസ്, കൺഗ്രാറ്റ്സ് ഫർസാന. അജിത പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടിയും, ബഷീർ, രമ്യ, നിത, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ടൈപ്പ് ചെയ്തിടാവോ? ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ പറയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ബെസ്റ്റ് ഫിലിം നിർമാല്യം എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫിലിമാണ്. അത് ബെസ്റ്റ് ഫിലിം കാറ്റഗറിയിൽ കിട്ടിയിട്ടുണ്ട്. ഒരു വടക്കൻ വീരഗാഥ നമ്മൾ നേരത്തെ പറഞ്ഞു. സ്ക്രീൻ പ്ലേ, കടവ് സ്ക്രീൻ പ്ലേ. ഫീച്ചർ ഫിലിം ഉണ്ട് കടവ്, അത് ഡയറക്ട് ചെയ്തതാണ് MT. അതുപോലെ തന്നെ സതയം ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, പരിണയം ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ആണ്. പിന്നെ എൻവയോൺമെന്റൽ കൺസർവേഷൻ കാറ്റഗറിയിൽ പുഞ്ചിരി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്. അങ്ങനെ 3, 6, 7, 8 1, 2, 3, 4, 5, 6, 7, 7 ഓക്കെ. സോ ഇതാണ് നമ്മുടെ ക്വിസ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടൊന്നും അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ചെറിയൊരു ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഒരു മൂഡൊന്ന് ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയി. കാരണം നമ്മൾ ഓൾറെഡി നിങ്ങളുടെ ഒരു ലെവലൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം മാത്രമേ ഇട്ടിട്ടുള്ളൂ. കഴിഞ്ഞ ഗാന്ധി ജയന്തി ക്യൂസിന് ഏത് ടഫ് ആയിട്ടുള്ള ചോദ്യം നമ്മൾ ഇട്ടത് അതിനൊക്കെ ആൻസേഴ്സ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരുപാട് ക്യൂസ് മേഖലയിൽ നല്ല രീതിയിലുള്ള പരിജ്ഞാനമുള്ള ഒരുപാട് പേരുണ്ട്. നമുക്ക് അറിയാം നമ്മുടെ ലേണേഴ്സ് കൂട്ടത്തിൽ. അതാണ് നമ്മുടെ ലേണേഴ്സിന്റെ പ്രത്യേകത കൂടിയാണ്. എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് ലേൺ വൈസിലെ ലേണേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസെ പോലെ ഒന്നല്ല, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ മേഖല ആയതുകൊണ്ട് തന്നെ പല പ്രായത്തിലുള്ള ആൾക്കാർ നമുക്കുണ്ട്. അതുപോലെ തന്നെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. പല അതായത് ഏജ് ഡെമോഗ്രഫി ഒക്കെ എടുക്കുവാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ ജോഗ്രഫി എടുക്കുവാണെങ്കിൽ ദേശത്തും ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും കാനഡയിലൊക്കെ വരെയുള്ളവരൊക്കെ നമ്മുടെ കൂടെ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ലെവൽ ഓഫ് നോളജ് എന്ന് പറയുന്നത് നമ്മളെക്കാളൊക്കെ എത്രയോ ബെസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇതിലുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നിങ്ങളുടെ കഴിവ്, നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ മേഖലയിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളവരുണ്ടാവും. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഗ്രാബ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. ആരും മടിച്ചു നിൽക്കാണ്ട് നിങ്ങളുടെ കഴിവുകളെ പ്രസന്റ് ചെയ്യാനുള്ള ഇതുപോലെയുള്ള വേദികൾ പരമാവധി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണം. അങ്ങനെ ആകുമ്പോഴേ നിങ്ങൾക്ക് കൂടുതൽ അറിയാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ദി സ്മോൾ ക്വിസ് കോമ്പറ്റീഷൻ. പിന്നെ പറഞ്ഞ പോലെ കപ്പോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഒരു പ്രോഗ്രാമിനൊന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് മാത്രം കണ്ടക്ട് ചെയ്ത ഒരു പ്രോഗ്രാം. ഓക്കെ, താങ്ക് യു. ഹായ്. അപ്പോ നമുക്കിനി നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലേൺവൈസിന്റെ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ആയിട്ടുള്ള ലിൻസി മാം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ഹായ് മാം. ഹായ്, ഗുഡ് ഈവനിങ് എവ്രിവൺ. സോ നമ്മളുടെ ഒരു ഇൻഫോർമൽ പ്രോഗ്രാം ആണ് ഇന്നത്തെ. സോ എല്ലാവരും മാക്സിമം വീഡിയോ ഒക്കെ ഓൺ ചെയ്യുക. നമ്മൾ ഒരു സെലിബ്രേഷൻ മോഡൽ ആണല്ലോ. സോ എല്ലാവരും കണ്ട് സംസാരിക്കുമ്പോഴൊക്കെ, എക്സ്പെഷ്യലി ഒരു അഡ്രസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് കണ്ട് സംസാരിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ബെറ്റർ ആവുക. സോ എല്ലാവരും മാക്സിമം പോസിബിൾ ആയിട്ടുള്ളവർ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്യാം. സോ നമുക്കറിയാം ഓൾറെഡി നമ്മളുടെ ലേൺവൈസിന്റെ സിഇഒ ഓൾറെഡി റഹീസ് സർ ഓൾറെഡി നിങ്ങൾക്ക് വിഷസും കാര്യങ്ങളും ലേൺവൈസിന്റെ കാര്യങ്ങളൊക്കെ സാർ സംസാരിച്ചു. അതിനുശേഷം നമ്മളിപ്പോ ഒരു കേസിന്റെ കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തു. സോ നമുക്കറിയാം നമ്മുടെ ലാസ്റ്റ് 2024 ഇയർ സംബന്ധിച്ചിടത്തോളം, ലേൺവൈസിനെ സംബന്ധിച്ചിടത്തോളം കുറെ ന്യൂ ഇനീഷ്യേറ്റീവ്സ് നമ്മൾ അതിന് മുന്നത്തെ ഒരു ഇയർ 2023 നിന്ന് 2024 എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലാസ്റ്റ് ഇയർ നമ്മൾ ഇതുപോലെ തന്നെ ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തിയത്. സോ അന്ന് നമ്മൾ ഇതുപോലെ തന്നെ ലേൺവൈസിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കുറെ പ്രോമിസസ് നിങ്ങൾ തന്നു. നമ്മളൊരു പുതിയ ഇനീഷ്യേറ്റീവ്സുമായിട്ട് പുതിയൊരു മുഖത്തിൽ ഒരു പുതിയൊരു ഭാവത്തിൽ നിങ്ങളുടെ മുന്നിൽ വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനെ നമ്മൾ ഉദ്ദേശിച്ചതിന്റെ ഒരു നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഹാപ്പിനെസ്സും ഞങ്ങൾക്കുണ്ട്. നമുക്കറിയാം 2024 ഒത്തിരി മേജർ ഇനീഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ന്യൂ ഇനീഷ്യേറ്റീവ്സുകൾ നമുക്ക് കൊണ്ടുവരാനും അതിനകത്ത് നമുക്ക് സക്സസ്ഫുൾ ആവാനും സാധിച്ചിട്ടുണ്ട്. സോ അപ്പൊ അതിന്റെ ഒരു നിങ്ങൾ ഓരോരുത്തരും ഇന്നിപ്പോ ജോയിൻ ചെയ്തിട്ടുള്ളവരും ചിലപ്പോൾ തിരക്കുകൾ കാരണം ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളേക്ക് എക്സാംസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എക്സാമിന്റെ തിരക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ലേണേഴ്സ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ലേൺവൈസിൽ ജോയിൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ഓരോ ലേണേഴ്സിന്റെയും എഫേർട്സും നിങ്ങൾ ഓരോരുത്തരും തരുന്ന സജഷൻസും ഫീഡ്ബാക്സിന്റെ ബേസിസിലായിരുന്നു ഞങ്ങളുടെ ഈ ഓരോ ഇനീഷ്യേറ്റീവ്സിന്റെയും സക്സസ് എന്ന് പറയുന്നത്. സോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ ഞങ്ങൾ അതിന്റെ ഒരു താങ്ക്സ് കൂടി അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ കൂടെ എക്സ്പ്രസ് കൂടി ചെയ്യാണ്. അപ്പൊ നമുക്കറിയാം 2024 2025 പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും
ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നമ്മൾ എപ്പോഴും വെക്കാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ന്യൂ ഇയറിലേക്ക് പോകുന്ന സമയത്ത് ലാസ്റ്റ് ഇയറിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, അതായത് കഴിഞ്ഞ വർഷം 2024 ജനുവരി മന്തിൽ അല്ലെങ്കിൽ ഡിസംബർ മന്തിൽ ഞാൻ എന്തൊക്കെ ഗോൾസുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എത്ര കാര്യങ്ങൾ എനിക്ക് സക്സീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എനിക്ക് എത്ര കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ആദ്യം നോക്കുക. അതിനകത്ത് നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക ആദ്യം തന്നെ. അതിനുശേഷം 2025ലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല 2024 എനിക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അതെനിക്ക് എങ്ങനെ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എങ്ങനെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഏത് ഏരിയസിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ അക്കാഡമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ നോൺ അക്കാഡമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം. വാട്ട് എവർ മേ ബി നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാതെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും, എങ്ങനെ അത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് 2025 അതിന്റെ ഒരു സക്സസ് എനിക്ക് എങ്ങനെ സക്സസ് ആക്കിയിട്ട് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് എല്ലാവരും പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു നല്ല ബെറ്റർ ഇയർ, ഒരു കുറച്ചും കൂടി നമുക്ക് ഹാപ്പിനെസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളവരും ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്കും എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഇയർ എല്ലാവർക്കും ലേൺ വൈസ് ടീമിൽ നിന്ന് വിഷ് ചെയ്യാണ്. സോ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഗോൾസ് നിങ്ങൾ റെഡിയാക്കി വെക്കുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, അതിന് വേണ്ട ഇനീഷ്യേറ്റീവ്സ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എടുക്കുക. എപ്പോഴും ഒരിക്കലും നമ്മൾ ഓരോ ദിവസം പോകുന്ന സമയത്തും എങ്ങനെയായിരുന്നു പഴയത് അതുപോലെ തന്നെ ആവരുത്. നമ്മൾ എപ്പോഴും പറയുന്ന ഓരോ ദിവസം ഓരോ മിനിറ്റും ഓരോ സെക്കൻഡ്സും നമുക്കുള്ള ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ആ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ആരും മിസ് ഔട്ട് ആക്കരുത്. ആൻഡ് കമ്മിങ് ടു ദ ലേൺ വൈസ് ആൻഡ് സ്റ്റുഡന്റ് സക്സസ് ഡിവിഷൻ, അതായത് നമുക്കറിയാം മെന്റർഷിപ്പ് ആയിക്കോട്ടെ, വിത്തൗട്ട് മെന്റർഷിപ്പ് ബാച്ചിലർ ലേണേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ഒത്തിരി ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരുന്നത് പോലെ തന്നെ 2025ലും ലേൺ വൈസ് ഇസ് പ്രോമിസിങ് യു ഓൾ ദാറ്റ് നമ്മൾ പുതിയ ഇനീഷ്യേറ്റീവ്സുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. സോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പതുക്കെ ഓരോ മന്ത്സുകളായിട്ടും ഓരോ ഡേയ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ടു എവ്രി വൺ ആൻഡ് വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. താങ്ക് യു ലിൻസി മാം. അപ്പോ നമുക്ക് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹിഡൻ ആയിട്ടുള്ള പല ടാലൻസും ഷോക്കേസ് ചെയ്യാനാണെന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളുടെ ഓരോ സ്റ്റുഡൻസിനെയും, നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ഓരോ സ്റ്റുഡൻസിനെയും ഇൻവൈറ്റ് ചെയ്യുവാണ്. നമ്മളുടെ ഒരു സോങ്, ഒരു ലൈവ് പെർഫോമൻസിന്റെ ഒരു സെഷനിലോട്ടേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. അപ്പോ നമുക്ക് ഫസ്റ്റ് ആയിട്ട് MCOM Jan 24 ബാച്ചിലുള്ള അസ്നേനെ ഇൻവൈറ്റ് ചെയ്യാം. അസ്ന ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? അപ്പൊ അസ്ന പാട്ടൊക്കെ പാടി തീരുന്ന സമയത്ത് തന്നെ നിങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ബിക്കോസ് ആ ഒരു നമ്മളുടെ ഒരു സപ്പോർട്ടാണ് അവർക്കുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ റിയാക്ഷൻ ബട്ടൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പെർഫോമൻസ് കഴിയും തോറും നിങ്ങൾ അതിനുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോ അസ്ന, ഓവർ ടു യു. കനവിലൊരോമൽ കുളിരേ, ഇന്നലയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത്, ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി, നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി, പൂക്കളോ പുലരിയോ പ്രണയ ചന്ദ്രികയോ, ചന്ദനക്കാറ്റോ താരകത്തെല്ലോ ദേവതമ്പുരുവോ, ആരികൾ കേകി സ്നേഹമുഖം, ആരികൾ കേകി സ്നേഹമുഖം, തുളുമ്പുമീ ജീവസംഗീതം, മൗനം നാണി സംഗീതം, പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിരേ, കനവിലൊരോമൽ കുളിരേ, ഇന്നലയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത്, ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി, നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. താങ്ക് യു അസ്ന, താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് പാടി. എല്ലാവർക്കും പാട്ടൊക്കെ ഇഷ്ടായോ? അടിപൊളിയല്ലേ? നല്ല വോയിസ് ആണ് ആളുടെ, അടിപൊളി. താങ്ക് യു അസ്ന. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞാലോ
നമ്മള് 2024 ഏകദേശം ഇനി ആകെ 2-3 ദിവസം കൂടെ ഉള്ളൂ കഴിയാനല്ലേ. ഈ ഒരു വർഷം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് നിങ്ങൾക്ക് ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനെ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക? അപ്പോ അത് നമുക്കൊരു പോൾ സെക്ഷനിലൂടെ നമുക്ക് അതൊന്ന് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ടീം ലീഡർ ആയിട്ടുള്ള വൈഷ്ണവി മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു മാം. Hello everyone. So first of all, belated Christmas ആശംസകൾ and advanced Happy New Year. So നമുക്ക് പോളിലേക്ക് കടക്കാം സമയം വൈകിക്കാതെ. Same to you, ma'am. Wish you a happy Christmas. Thank you. So നമുക്ക് പോളിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? റെഡി ആണോ? തംസ് അപ്പ് ഇട്ടേ റെഡി ആണെങ്കിൽ. ഓക്കെ. So question ഇതാണ്, which word best describes your experience in 2024? ഓക്കെ, സോ അതില് ചാലഞ്ചിങ്, അതായത് നിങ്ങൾക്ക് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയോ 2024? ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയോ? അതുപോലെ എന്തോ നേടിയ പോലെ റിവാർഡിംഗ് ആയിട്ട് തോന്നിയോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നിയോ? അല്ല ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ട് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്നുള്ള ഫീലിംഗ് ആണോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? ഓക്കെ, ഒരുപാട് ആൻസേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് നോക്കാട്ടോ, റിസൾട്ട് എന്താണെന്നുള്ളത്. കുറെ പേര് ചലഞ്ചിങ് പറഞ്ഞിട്ടുണ്ട്, കുറെ പേര് ഇൻസ്പയറിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറെ പേര് റിവാർഡിങ് പറഞ്ഞിട്ടുണ്ട്. ഇനിയും കിട്ടാനുണ്ട്. മാക്സിമം എല്ലാവരും പോള് ചെയ്യാട്ടോ. ഓക്കെ, ഭാരതി ഇതൊന്നും അല്ലാണ്ട് മോട്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, തിങ്ക് എല്ലാരും ചെയ്തു തോന്നുന്നു. സോഫിയക്ക് ടെൻഷൻ ആയിരുന്നോ? കുറച്ചും കൂടി ചെയ്യാനുണ്ടല്ലോ. 94 ആയിട്ടേ ഉള്ളൂ, ഇനിയും ചെയ്യാനുണ്ട് ആൾക്കാര്. മാക്സിമം എല്ലാരും പോലെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാന്നുള്ളത് നോക്കിയിട്ട്. 97. ഈ ഓപ്ഷനിൽ ഒന്നും പെടാത്ത ഫീൽ ആണ് നിങ്ങൾക്ക്, ഒരു വേർഡ് ആണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭാരതി സോഫി ഇട്ട പോലെ ചാറ്റ് ബോക്സിൽ ഇടും കേട്ടോ. നിങ്ങൾക്ക് ഇതിലൊന്നും തൊടാത്ത ഏതെങ്കിലും ആണ്, സാഡ് ആണ് റുക്സ്, എനിക്ക് കുഴപ്പമില്ല കേട്ടോ. 2024 നമുക്ക് 25 നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ, 100 പേരാണ്, 104. കുറച്ചും കൂടി ഉണ്ട് എനിക്കറിയാം. ഇനിയും ആൾക്കാർ പോളിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു എല്ലാവരും മാക്സിമം ക്ലിക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് റിസൾട്ട് അറിഞ്ഞാലോ? റിസൾട്ട് കാണാം. നമുക്ക് റിസൾട്ട് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ? 41 പേർക്കും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു 2024 എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് അല്ലെ. കുറച്ച് പേർക്ക് 20 പേർക്കോളം ഇൻസ്പയറിംഗ് ആയിരുന്നു, 13 പേർക്ക് റിവാർഡിംഗ് ആയിരുന്നു, 18 പേർക്ക് പ്രൊഡക്റ്റീവ് ആയിരുന്നു, 12 പേർക്ക് അഡ്വെഞ്ചറസ് ആയിരുന്നു അല്ലെ. ഇതിലൊന്നും പെടാണ്ട് കുറച്ച് കൂടുതൽ അഡ്ജക്റ്റീവ് നമുക്ക് ചാറ്റ് ബോക്സിൽ കിട്ടിയിട്ടുണ്ട്. സാഡ്, ടെൻഷൻ, അതുപോലെ വേറെ കുറെ അഡ്ജക്റ്റീവ്സും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും അഡ്ജക്റ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പോ ഈ ഒരു പോളിൽ കൂടെ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ 2024 എങ്ങനെ ആയിക്കോട്ടെ, ഇപ്പൊ ചിലവർക്ക് സങ്കടമായിരിക്കും, ചിലവർക്ക് സന്തോഷമായിരിക്കും, ചിലവർക്ക് വളരെ അടിപൊളിയായിട്ട് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു ഇയർ ആയിരിക്കും അല്ലെ. ഈ ഒരു ഇയർ എങ്ങനെയായാലും നമ്മൾ അടുത്ത കൊല്ലം എങ്ങനെ ബെസ്റ്റ് ആക്കാം എന്നാണ് നോക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ കുറെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും, കുറെയൊക്കെ നമ്മൾ എഫേർട്ട് ഇടുന്ന പോലെ ഇരിക്കും അല്ലെ. സോ അതുകൊണ്ട് കുഴപ്പമില്ല, ഇയർ എൻഡിങ് മൊത്തം എക്സാം കൊണ്ട് പോയാലും കുഴപ്പമില്ല, റിസൾട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നല്ല മാർക്ക് കിട്ടും കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, സോ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ 2025 നടക്കട്ടെ, നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ലേൺ വൈസ് ടീം എല്ലാവരും ആശംസിക്കുകയാണ്. സോ ഈ ഒരു പോളിലൂടെ നിങ്ങൾക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു 2024 എന്നുള്ളത്. ആൻഡ് ഈ ഒരു പോളിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മാത്രമല്ല, ബാക്കി എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പൊ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയവർ 41 പേരുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ദാറ്റ് മീൻസ് നിങ്ങൾ അലോൺ അല്ല, നിങ്ങളുടെ കൂടെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു എന്നാണ് അതിനർത്ഥം അല്ലെ. സോ താങ്ക് യു. ഓക്കെ, താങ്ക് യു വൈഷ്ണവി, താങ്ക് യു സോ മച്ച് മാം. സോ നമ്മുടെ ഗായികമാർ ഇതേ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് MBA ജൂലൈ 23 ബാച്ചിൽ നിന്നും സുമയ്യ ഇൻവൈറ്റ് ചെയ്യാണ്. സുമയ്യ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. മുകിലേ മുകിലേ നീതൂതുപോയി ഇന്നകലേ അകലേ ൂരാക്കിളി പുഴയും മഴയും പുലർക്കാലവും ഇന്നവളെ കുളിയാക്കും മഞ്ഞു പാട്ടുമായി
ചിമായൻ പൂമിഴിയോടെ വിഷുനാളിൽ കണി കാണുവാൻ അരികിലൊരാളിന്നൊരുങ്ങി വരൂ. അഴകിൻ തെന്നലേ മുകിലേ മുകിലേ നീ ദൂതുപോയി ഇന്നകലേ അകലേ എൻ കുഞ്ഞുരാക്കിളി. പുഴയും മഴയും പുലർക്കാലവും ഇന്നവളെ കളിയാക്കും മഞ്ഞുപാട്ടുമായി. നെല്ലിമരം ചില്ലകളാൽ കൈമണി തന്നു മുല്ലകൾ നിൻ മുടിയഴകിൽ മുത്തുകളെല്ലാം കോർത്തു തന്ന് നിൻ കവിളിൽ എനിക്കു മാത്രം തനിച്ചു കാണാൻ കുഞ്ഞുരുകും വിദൂരതാരം വിദൂരതാരം. മുകിലേ മുകിലേ നീ ദൂതുപോയി ഇന്നകലേ അകലേ എൻ കുഞ്ഞുരാക്കിളി. പുഴയും മഴയും പുലർക്കാലവും ഇന്നവളെ കളിയാക്കും മഞ്ഞുപാട്ടുമായി. താങ്ക് യു. താങ്ക് യു സുമയ്യ, താങ്ക് യു സോ മച്ച്. വളരെ അടിപൊളിയായിട്ട് ആള് പാടിയിട്ടുണ്ട്. സോ അടുത്തതായിട്ട് നമുക്ക് പാടാനായിട്ട് വരുന്നത് ബികോം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അമൃത. ഓക്കെ, പാടിക്കോ. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, ലാ 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 ലാ. ദൂരെ വിണ്ണിൽ മിന്നും ഒരു താരം വന്നു മാറി. ഇട്ടു കാതിൽ വിണ്ണിന്നും വാനിൽ ദൂതപ്പാടും നാദം രാവിൽ. താരാജാലം പാടി സ്നേഹഗീതം നീലരാവിൽ ശാന്തരാത്രി കണ്ടു ദൂരെ വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനി. മിന്നുന്ന താരം നോക്കിയാരും ചേർന്നു പോയി. തീരൂറും പുഞ്ചിരി കാണും കണ്ണുവിടങ്ങാൻ പോയി. എന്റെ പാപം പോകാം നീതി മാർഗം കാട്ടാൻ വന്നു പിറന്നിതാരാതെ. മഞ്ഞു തൂകിടും രാത്രി കണ്ടു ദൂരെ മിന്നും ഒരു താരം വന്നു വാനിൽ. താരാഗണങ്ങൾ വാസം നിന്റെ രാജകുമാരാം വീട്ടാം കിന്നടനാദം മോശാലെ വന്ന് പിറന്നാലോ നട്ടിൻ പാടനായി പാടും മണ്ണും വീണ്ടും വരവിൽക്കാമിക ഉണ്ണീശോയിന കണ്ണു ചിമ്മും താരകങ്ങൾ സാക്ഷിയായി രാവിലെ കണ്ടു ഒരു താരം വന്നു വാനിന്റെ. കേട്ടു കാതിൽ വിണ്ണിലും വാനിൽ ദൂരപ്പാടും നാദം രാവിലെ. താങ്ക് യു. താങ്ക് യു. നിങ്ങൾ എല്ലാരും എന്താണ് ഇത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ, എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉഷാറ് കുറവ്? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു 2024 എൻഡ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് ഒരു ക്രിസ്മസ് സെലിബ്രേഷന്റെ അപ്പുറത്തോട്ടേക്ക്
ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ കൂടെ, അതുപോലെ ഒരു പുതിയ വർഷത്തിലോട്ടേക്ക് പോവാണ്. അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു 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 സ്പീച്ച് അല്ലെങ്കിൽ ഒരു നോട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ആതിര മാമിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പൊ ആതിര മാം കേൾക്കുന്നുണ്ടോ? ഹായ്, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? അക്ഷര മാം, ഞാൻ ഓഡിബിൾ ആണോ? ആണല്ലേ. അതെ, കേൾക്കാം. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു എന്താ പറയാ ബിലേറ്റഡ് ക്രിസ്മസ് വിഷസും അതേപോലെ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയറും നേരെയാണ്. അപ്പോ നമ്മുടെ ന്യൂ ഇയർ എങ്ങോട്ട് എത്താറായി അല്ലെ. 2024 ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ എന്ന് പറയാം അല്ലെ, നമ്മളോട് വിട വാങ്ങാൻ പോവുകയാണ്. 2024 നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷെ ഇപ്പൊ ഈ നടന്ന പോളിലൊക്കെ പലരും ചലഞ്ചിങ് അല്ലെങ്കിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കാം നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക അല്ലെ. പക്ഷെ എപ്പോഴും ഒരു പുതിയ വർഷം ഇനി വരുന്ന 2025 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു പ്രതീക്ഷയാണ് അല്ലെ, ഹോപ്പാണ്. നമുക്ക് ഈ വർഷം നന്നാവും എന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വർഷത്തിലേക്ക് കാൽ വെക്കുന്നത്. അപ്പൊ ഈ പ്രതീക്ഷയുടെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളികളെ തോൽപ്പിക്കാൻ ആരുമില്ല ലോകത്തിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നിയിട്ടുണ്ടായിരിക്കും. കാരണം വളരെയധികം കഷ്ടപ്പെടുന്ന പല മഹാമാരികളും നമ്മൾ എന്താണ് പുത്തൻ പ്രതീക്ഷകളോട് കൂടിയിട്ട് ഒരുമിച്ച് നിന്ന് മറികടന്നിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് വേണോ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ നേടാൻ പറ്റാത്തത്? ഇപ്പൊ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ പലരും പറയാറുണ്ട്. അപ്പൊ ഞാനും ഏകദേശം ആ ഒരു കാറ്റഗറിയിലൊക്കെ പെടുന്ന ആളാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നു, ഏകദേശം എന്താണ് പലപ്പോഴും ഒരു മാസം ഇല്ലെങ്കിൽ ഒരു 2 മാസം മാക്സിമം ഒരു 3 മാസം അതിന്റെ അപ്പുറത്തോട്ട് പോവാത്തവരായിട്ടായിരിക്കും പലരും ഉണ്ട് എന്നുള്ളത്. അപ്പോ എന്താണ് നമുക്ക് ആ ഒരു ഇത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പലപ്പോഴും ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പലപ്പോഴും നമുക്കൊരു വലിയ എയിം ഉണ്ടായിരിക്കും, ഒരു വലിയ ലക്ഷ്യം ഉണ്ടായിരിക്കും, അത് നേടണം എന്ന് ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷെ അതിലോട്ട് എത്തിപ്പെടാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നത് കൃത്യമായ രീതിയിൽ നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവാതിരിക്കുന്നത് കൊണ്ടാണ്. അതായത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു വലിയ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ആ ഒരു ബിഗ് അച്ചീവ്മെന്റ് മാത്രമേ ഉള്ളൂ, ആ ഒരു ഹോപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രതീക്ഷ മാത്രമേ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുള്ളൂ. ഇത് പലരുടെയും അതായത് ലൈക്ക് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയല്ല, മുന്നോട്ട് പോകാൻ പറ്റാത്തവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഹോപ്പ് മാത്രം വെച്ചിരുന്നാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ആ ഒരു എയിമിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ഹോപ്പ് നമുക്ക് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ രീതിയിലുള്ള ഗോളുകൾ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അപ്പൊ ഈ ഗോൾസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നമ്മുടെ എയിം ഇല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു പകുതി ഒരു ഇമാജിനേഷനും അതേപോലെ തന്നെ എന്താണ് പകുതി നമുക്ക് ഒരു റിയാലിറ്റി കൂടിയാണ്. പക്ഷെ ഗോൾസ് എപ്പോഴും റിയാലിറ്റി ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗോൾസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഷോർട്ട് പീരിയഡ് ടൈമിൽ നമ്മൾ അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഗോൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്ന പലരും വിചാരിക്കുന്നില്ലേ, പലരുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം ഇപ്പൊ നമ്മൾ പഠിക്കാൻ ഫസ്റ്റ് സെഷൻ ഒക്കെ തുടങ്ങുമ്പോൾ പറയും ഡിഗ്രി നേടണം അല്ലെങ്കിൽ PG നേടണം, അതാണ് എന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു വരുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ലക്ഷ്യം എയിം അവിടെ വെച്ചിട്ട് ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് എന്താണ്, ഫസ്റ്റ് നമ്മുടെ സബ്ജക്ട് കവർ ചെയ്യുക, അതിന്റെ അസൈൻമെന്റ് എഴുതുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഇതൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അതുപോലെയാണ് ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമായിട്ട് പറ്റും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ ഓരോരോ ഗോളുകളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോരോ സ്റ്റെപ്പുകൾ പോലെ നമ്മൾ ഈ ഗോൾസിനെ കയറി നമ്മുടെ ലക്ഷ്യത്തിലോട്ട് ലാസ്റ്റ് എത്തണം. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കുന്നോളം കിട്ടിയില്ലെങ്കിലും നമുക്ക് എന്താണ്, ഒരു കുന്നിക്കുരുവോളെങ്കിലും നമുക്ക് കിട്ടുന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഗോളുകൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി ഗോള് സെറ്റ് ചെയ്ത് വെച്ചോണ്ടായോ? ഇല്ല, ഗോള് സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ആവില്ല. ഏതൊരു എന്താ പറയാ ബസ് ആണെങ്കിലും പ്ലെയിൻ ആണെങ്കിലും ഷിപ്പ് ആണെങ്കിലും ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്യണം, ഒരു സ്ഥലത്തുനിന്ന് പോയിട്ടുണ്ടായിരിക്കണം, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് ഗോൾസിലോട്ട് നമ്മൾ കിടക്കണമെങ്കിലും എന്താണ്, ആ ഗോളിലേക്ക് ഇപ്പൊ നമുക്ക് പഠിക്കാനാണെങ്കിൽ നമ്മൾ എന്താണ് പഠിക്കാനായിട്ട് തുടങ്ങിയിരിക്കണം. അപ്പൊ ചെറിയ ചെറിയ ഗോൾസ് ഇല്ലെങ്കിൽ ചെറിയ നമ്മുടെ അച്ചീവ്മെന്റ്സ് കാര്യങ്ങളാണ് നമ്മൾ ലക്ഷ്യം വെക്കുമ്പോൾ അത് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം കോൺഫിഡൻസ് കിട്ടും. സോ ഇത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ആണ് അല്ലെ. ഇപ്പൊ എനിക്ക് കിട്ടുന്ന സമയം ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക, നിങ്ങളുടെ പലർക്കും തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈം ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു കിട്ടുന്ന സമയത്തെ മാക്സിമം നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഈ ടൈം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു വരില്ല, വേറെ എന്തും നമുക്ക് തിരിച്ചു പിടിക്കാം, എന്തെങ്കിലും കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടാണെങ്കിൽ പോലും നമുക്ക് തിരിച്ചു പിടിക്കാം. പക്ഷെ ഇപ്പൊ ഈ 2024 നമുക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമോ?
ഒരിക്കലും കിട്ടില്ല. നമുക്കിനി 25 ഉള്ളൂ. അപ്പൊ എല്ലാ സമയത്തെ നമ്മുടെ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ആ ഒരു സമയത്തെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ്ലി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ തന്നെ പ്ലാൻ ചെയ്യണം. ആക്ച്വലി ഞാനൊരു സീക്രട്ട് പറയട്ടെ, നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, ഈ നമ്മളെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടൈം അല്ലെങ്കിൽ നമ്മുടെ എനർജി എന്നൊക്കെ പറയുന്നത് ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെ? ശരിക്കും ആണ്. ഫ്യൂച്ചറിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ ഇത്രയും സമയം എന്താണ് നമ്മൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇപ്പൊ കുറെ റീൽസ് കണ്ടിരുന്ന അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാതെ ആവശ്യമില്ലാതെ പലതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മുടെ എയിം ഒരിക്കലും നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. എന്താ അത്? ഇപ്പോ പലരും വിചാരിക്കുന്നുണ്ടാവും ഈ 2 ദിവസം നന്നായിട്ട് അലമ്പാവാം, ന്യൂ ഇയർ തൊട്ട് നന്നാവാം, ന്യൂ ഇയർ തൊട്ട് ഞാൻ നന്നായി, അമ്മയെ നേരത്തെ എണീപ്പിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് എന്താ ഒരു ഗ്ലാസ് പാലൊക്കെ കാച്ചി വെച്ചോളൂ, നാളെ തൊട്ട് ഞാൻ പഠിക്കാൻ എണീക്കുകയാണ്, സോ എനിക്ക് കുടിച്ച് ആ ഒരു ബൂസ്റ്റപ്പോട് കൂടിയൊക്കെ തുടങ്ങണം, ന്യൂ ഇയർ ആണ്. ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞു ഈ ജിമ്മിലൊക്കെ ഒരുപാട് അഡ്മിഷൻസ് ഒക്കെ കിട്ടുന്ന കാലാണെന്നല്ലേ. അപ്പൊ അതേപോലെ നാളെ എന്നൊരു ചിന്താഗതി നമുക്ക് 2025 ഒരാളും നമ്മുടെ ലേൺവേഴ്സിന്റെ ലേണേഴ്സ് ആയിട്ടുള്ള ആരും എന്ത് ചെയ്യരുത്, നാളെ നമുക്കില്ല. ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാം. അതിപ്പോ നമ്മുടെ സ്റ്റഡീസിൽ മാത്രമല്ല, ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ലൈഫിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈവൻ നമ്മൾ എണീക്കുമ്പോൾ തൊട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന നമ്മുടെ ബെഡ് മുതൽക്ക് നമ്മുടെ സ്റ്റഡീസ് ആയിക്കോട്ടെ, നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആയിക്കോട്ടെ, എല്ലാത്തിനെയും വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറയുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. അതനുസരിച്ച് നമ്മുടെ ബോഡി മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ പല അമ്മമാരും വീട്ടിൽ പറയുന്നുണ്ടാവും അല്ലെ, ഒരു അടക്കും ചിട്ടിയും വേണം, ഒരു വൃത്തിക്കില്ലെങ്കിൽ കൊണ്ടു നടക്കണം, അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ടാവും. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിനും സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോവാം. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ വലിയ റെസൊല്യൂഷൻസ് എഴുതി വെച്ചിട്ടുള്ള ബുക്ക് ഈ വർഷം എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നൈസ് ആയിട്ട് അതൊന്ന് മടക്കി വെച്ചിട്ട് ഈ മാസം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാസം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്ത് നോക്കാം. ദെൻ എന്ത് ചെയ്യുക, ഈ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു പേജ് തുറന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എന്റെ ഗോൾസ് അച്ചീവ് ചെയ്തോ, ഈ ഒരു മാസത്തെ ഇത്രയും സമയം ഞാൻ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചോ, എനിക്ക് ഈ പറഞ്ഞ ലക്ഷ്യങ്ങളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഒരു വർഷമല്ലല്ലോ കിടക്കുന്നത്, ഒരു മാസമല്ലേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്താണ് നമ്മൾ കാണുകയാണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടും, ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് കിട്ടും. യെസ്, ഞാൻ എന്റെ ഫസ്റ്റ് ഗോൾ അച്ചീവ് ചെയ്തിരിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ എന്താണ് എന്റെ ഫസ്റ്റ് ആ ഒരു ഇതിലേക്ക് സ്റ്റാർട്ടിങ്ങിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കയറിയിട്ടുണ്ട്, ഇനി എന്റെ മുന്നിൽ ഇത്ര സ്റ്റെപ്പുകളേ ഉള്ളൂ എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉയരങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ കുറെ നീട്ടി വലിച്ച് കുറെ എക്സാമ്പിൾസ് ഒന്നും കൊണ്ടുപോകുന്നില്ല, അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇനി ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളത്, ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങളും ഞാനും ഉൾപ്പെടെ ലൈഫിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ചിട്ട് ഈ ഒരു ന്യൂ ഇയർ അടിപൊളിയായിട്ട്, ഇനി അടുത്ത ന്യൂ ഇയറിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ പലർക്കും പറയാനായിട്ടുണ്ടായിരുന്നത്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോളുകൾ അച്ചീവ് ചെയ്തതും നമ്മുടെ എയിമിന്റെ അടുത്തേക്ക് നമ്മൾ എത്തിയതിൽ എയിം നേടിയിട്ടുള്ളതുമായിട്ടുള്ള സക്സസ്ഫുൾ സ്റ്റോറീസ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, അതേപോലെ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. Thank you so much, Adira ma'am, for your inspirational speech. Okay, hi all. I'm Sunira from Psychology Department. കുറെ പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയാണ്. അപ്പൊ ഇനി കുറച്ച് 2-3 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് അല്ലെ, പുതിയൊരു തുടക്കത്തിലേക്ക് പോകും. അപ്പൊ അതിനെപ്പറ്റി നിങ്ങളുടെ ഗോൾ സെറ്റിംഗ്സിനെ പറ്റിയിട്ടും പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ആതിര മാം പറഞ്ഞിട്ടുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് മോട്ടിവേറ്റ് ആയി ഇൻസ്പയർഡ് ആയി എന്നൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോ ഇത്രയും നേരം പറഞ്ഞതിന്റെ പ്രകാരം ഇനി നിങ്ങൾ ഈ കമ്മിങ് 2025 ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, അത് നിങ്ങൾ ഇവിടെ നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് ഇടും. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഇത് വെറുതെ എന്തെങ്കിലും നാളെ മുതൽ ഞാൻ ജിമ്മിൽ പോകുന്നു ഇങ്ങനെ വെറുതെ ഇട്ടാൽ പോരാ. ഓക്കെ, വെറുതെ എന്തെങ്കിലും ചാറ്റ് ചെയ്താൽ പോരെ. ഇപ്പൊ നമ്മൾ ഇത്രയും ആൾക്കാർ കാണുന്നുണ്ട്, ലേൺവൈസിലെ എല്ലാ മെന്റേഴ്സ് ഉണ്ട്, ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്, നമ്മുടെ ടീം എല്ലാവരും ഉണ്ട്. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മളൊരു ജസ്റ്റ് പ്രതിജ്ഞ പോലെ ആയിരിക്കാം. ഓക്കെ, ഒരു പ്രതിജ്ഞ പോലെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒരു സെന്റൻസിൽ 2 സെന്റൻസിലൊക്കെ ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ തന്നെ പറയാം. അപ്പൊ ഞാൻ ബേസിക്കലി ഒരു റൈറ്റർ ആണ്. അപ്പോ കുറെ നാളുകളായിട്ട് സത്യം പറഞ്ഞാൽ ഒരു മാരേജിന് ശേഷം, ഒരു കുഞ്ഞായതിനു ശേഷം
സ്റ്റോപ്പ് ചെയ്ത് വെച്ചൊരു കാര്യമാണ്. നമുക്കറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും അല്ലെ, ഡ്യൂട്ടി പ്രാരാബ്ദങ്ങളും പരാധീനങ്ങളും ഒക്കെ ആയിട്ട് എക്സ്ക്യൂസുകളുമായിട്ട് അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ എടുത്തിരിക്കുന്ന ഒരു പ്രതിജ്ഞയാണ് ഈ കമ്മിങ് ഇയറിൽ. അപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു പ്രാവശ്യം കൂടെ പറയാണ്, ഈ ഒരു 2025 മുതൽ ഞാൻ എന്റെ പഴയ ആ ഒരു റൈറ്റിംഗ് ലൈഫിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കരിയറിലേക്ക്, കരിയർ എന്നല്ല ആ ഒരു ലൈഫിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പ്രതിജ്ഞ. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഒരു ഗോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ 1-2 minutes നമ്മൾ ടൈം തരാം, അതിനുള്ളിൽ ചാറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം കേട്ടോ. ജോബ്, ടൈം മാനേജ്മെന്റ്, ഗോള് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്താ ഗോൾ എന്ന് പറഞ്ഞിട്ടില്ല. ബാധ്യതകൾ മാറ്റാൻ ശ്രമിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിക്ടർ. ജേർണി ടു മൈ ജോബ്, ഹാർഡ് വർക്ക്, വെരി ഗുഡ്, ഹാർഡ് വർക്ക്. സ്കൂട്ടി ലേണിംഗ്, അടിപൊളി. എഡ്യൂക്കേഷൻ വിത്ത് മൈ ഫാമിലി, ഫോക്കസ് മോർ ഓൺ സ്റ്റഡീസ്. ടൈം മാനേജ്മെന്റ് എല്ലാവരുടെയും ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു അല്ലെ, ടൈം മാനേജ്മെന്റ്. ഡ്രൈവിംഗ് പഠിക്കണം, അതെ ഇന്ന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അല്ലെ. പ്രോപ്പർ സ്റ്റഡി റുട്ടീൻ, റെഗുലറൈസ് റുട്ടീൻ ഓർ ടൈം സെറ്റിംഗ്, ടൈം മാനേജ്മെന്റ്. ഇപ്പം അധികം ആൾക്കാർക്കും ടൈം മാനേജ്മെന്റ് ആണല്ലോ ഒരു പ്രോബ്ലം. സ്റ്റഡിയിങ്, അഞ്ജലി സ്റ്റഡിയിങ് ആണ് ഇപ്പൊ എല്ലാരും കാണുന്നുണ്ട് കേട്ടോ. ഹെൽപ്പ് അതേഴ്സ്, ഹെൽത്തി ഡയറ്റ്, ഗ്രീഷ്മ. ടെൻഷൻ കുറക്കണം. എന്തിനാണ് ടെൻഷൻ? ജിമ്മ്. ടെൻഷൻ കുറക്കാം, ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. ഇനി കമ്മിങ് ഒരു ഇയർ നമുക്ക് നല്ല ഒരു ഹാപ്പി ഇയർ ആയിരിക്കും, അങ്ങനെ പ്രതീക്ഷിക്കാം. പ്രൊഡക്റ്റീവ് ആക്കി മാറ്റണം. വെയിറ്റ് ലോസ്, ജോബ്, സ്റ്റഡി, ഡിഗ്രി അച്ചീവ് ചെയ്യണം. വെരി ഗുഡ്. മെമ്മറി പവർ, ബെറ്റർ ജോബ്, മെമ്മറി പവർ കൂട്ടാൻ. മെമ്മറി പവർ ഒക്കെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നല്ല യോഗ പ്രാക്ടീസ് ഒക്കെ ചെയ്യുക. കരിയർ, ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ. ആദ്യം നമ്മുടെ ഫോണിന്റെ ആവശ്യമില്ലാത്ത ഉപയോഗങ്ങളൊക്കെ കുറയ്ക്കുക അല്ലെ, സോഷ്യൽ മീഡിയാസ് ഒക്കെ കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കുക. ടൈം മാനേജ്മെന്റ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതിന് പകരം ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പഠിക്കണം. ഇതൊരു നല്ല തീരുമാനമാണ്. ഓക്കെ, കരിയർ ബിൽഡ്, കീപ് സ്റ്റഡിങ്. ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് സ്റ്റഡിങ് ആണ്, കുറെ ആളുകൾക്ക് അവരുടെ ഡിഗ്രി അവരുടെ അച്ചീവ് ചെയ്യാനുള്ള കുറെ ഗോളുകൾ അച്ചീവ് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ടൈം മാനേജ്മെന്റ് ആണ്. ടൈം ഒരു ഭയങ്കരമായ ഒരു പ്രശ്നമാണ് അല്ലെ. എല്ലാവർക്കും ടൈം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ടു റീച്ച് മൈ ഡ്രീംസ് ആൻഡ് ഗോൾസ്, ഓൾ ദി ബെസ്റ്റ് ഫസാന. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. യെസ്, ഓക്കെ. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങളും അതിനനുസരിച്ച് നമ്മുടെ കൂടെ നിൽക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് ഗോൾസും കണ്ടു. കരിയർ ഇംപ്രൂവ്മെന്റ്, ജിദ്ദീൻ, എ ഹാപ്പി ന്യൂ ഇയർ. കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് നമ്മുടെ ഇയർ പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ വന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പൊ ഇപ്രാവശ്യം ഈ കമ്മിങ് ഇയറിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഹെൽത്തി ഡയറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഓൾ. അപ്പൊ നമ്മൾ കുറെ ചാറ്റ് കണ്ടു അല്ലെ, കുറെ പേരുടെ മെസ്സേജസ് കണ്ടു. എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വെറുതെ ഇവിടെ ചാറ്റ് ചെയ്തിട്ട് നമ്മളെ മീറ്റിംഗും നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു പോകുമ്പോൾ അവിടെ വിട്ടിട്ട് പോവരുത്. ഇത് ഇയറിൽ കംപ്ലീറ്റ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. നിങ്ങളെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഈ ഒരു ഇയർ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഒരു ഗോൾസും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനുള്ള ഒരു ഇയർ ആയിട്ട് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നെവർ മാം വിൽ റീച്ച്, ഓഫ് കോഴ്സ്. അതെ, അതാണ് ആ ഒരു സ്പിരിറ്റ്. എത്തിയിരിക്കണം അല്ലെ. ആ ഒരു ലക്ഷ്യത്തോടെ, ഒരു വിശ്വാസത്തോടെ, നമ്മളോടുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റും അതുപോലെ നമ്മളോടുള്ള ഒരു വിശ്വാസത്തോടെ ഇവിടെ പോവുക. ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു തടസ്സം ഉണ്ടാവില്ല, നമുക്ക് നടക്കും, എല്ലാം പോസിബിൾ ആവും. ഓക്കെ.
കുറച്ച് ആൾക്കാർക്ക് ഇപ്പൊ കുറെ പേര് ചാറ്റ് ചെയ്തിട്ടുണ്ട്, കുറെ പേർക്ക് ചാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഗോൾ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളൊരു അവസരം. ഇപ്പൊ വോളണ്ടിയർലി എല്ലാവരും ആരെങ്കിലും ഒക്കെ വരിക. ഓക്കെ, നമ്മൾ ആരെയും വിളിക്കുന്നില്ല, നിങ്ങൾക്ക് ഹാൻഡ് റേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാം. ഓക്കെ, ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. ഇപ്പൊ എനിക്ക് ജോബ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. ജോബ് ഓക്കെ, അപ്പൊ ഇനി വേറെ ആർക്കെങ്കിലും, ഇപ്പൊ ജോബ് ഓൾറെഡി ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് നമ്മള് സംസാരിക്കണം എന്നുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങൾ ഇത്രയും പേരിട്ട് ആരെങ്കിലും ഒന്ന് ഹാൻഡ് റേസ് ചെയ്തിട്ട് വരാം. എനിക്ക് തോന്നുന്നു നമുക്ക് വിളിക്കാം. അതാ ഒരു ഹാൻഡ് റൈസ് വന്നു. ഫർസാന. ഓക്കെ, ഫർസാന ഇപ്പൊ നല്ലൊരു ഗോളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പറയാം. ആക്ച്വലി വർഷങ്ങൾ കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്നുള്ളത്. പക്ഷെ വീട്ടില് ഫാമിലി അത് ഒട്ടും അഗ്രി ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഒരു കാര്യം സംസാരിച്ചു വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് അഗ്രി ചെയ്തു. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഇതായിട്ട് എന്നെ കാണുന്നു. ഡ്രൈവ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ബിക്കോസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ആ ഒരു തീരുമാനം ഞാൻ എടുത്തു. പിന്നെ ഇൻസ്പിറേഷൻ ആയത് 2024 ഇൻസ്പിറേഷൻ ആയെന്ന് വെച്ചാല്, ഞാൻ ഒരു സ്കൂളില് ഇന്റർവ്യൂവിന് പോയപ്പോഴത്തേക്കും അവിടെ ഒരു HM മാം ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, ഇത്രയും സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു HM അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളാണ്, HM അല്ല, പ്രിൻസിപ്പളിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു ഹെഡ് വെയിറ്റും ഇല്ല, ഭയങ്കര മര്യാദയോടുകൂടി എന്നെ വന്ന് സ്വീകരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പം എനിക്ക് ആ പുള്ളിക്കാരത്തെ പോലെ എനിക്ക് ആവണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഇനിയൊരു പ്രിൻസിപ്പൾ ആവണം എന്ന് തന്നെയാണ്. കാരണം അതുപോലെ ഒരു പ്രിൻസിപ്പൾ ആവണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ എനിക്ക് ആ പുള്ളിക്കാരത്തിൽ നിന്നുണ്ടായി. അതാണ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം. മാം, താങ്ക് യു സോ മച്ച് ഫർസാന. അപ്പൊ എന്തായാലും ആ ഒരു ആഗ്രഹം ഈ ഒരു ഇയർ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ വിചാരിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് കംപ്ലീറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നെക്സ്റ്റ് ഇനി ആരാണ് കാണുന്നത്? ഞാൻ ഈ വെട്ടത്തിന്റെ താഴത്തൊക്കെ വന്ന് മിടുക്കനായിട്ടിരിക്കുക, കാണാലോ അല്ലേ? അടിപൊളിയായിട്ട് കാണാം. ഓക്കെ, ഓഡിയബിൾ ആണോ? കേക്കാവാ? ഓക്കെ, ഓഡിബിൾ ആണ്, ഓൾ സെറ്റ്. ഓക്കെ. ഞാൻ സത്യം പറഞ്ഞ എന്റെ ഇൻസ്പിറേഷൻ ഒന്നും പറയാനല്ല, ഞങ്ങൾക്ക് നിങ്ങൾ നല്ലൊരു മെസ്സേജ് ഒക്കെ തന്നപ്പം ലേൺ വൈസിനും ഞങ്ങളുടെ മെന്റേഴ്സിനും ഒക്കെ ഞങ്ങൾക്ക് ഒരു ന്യൂ ഇയർ മെസ്സേജ് തരാൻ ആഗ്രഹിക്കുകയായിരുന്നു. അപ്പൊ ഒന്ന് തന്നോട്ടെ, കുഴപ്പമുണ്ടാ? ഓക്കെ. അപ്പം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ലേണവേഴ്സ് ടീം മെമ്പേഴ്സ്, അതേപോലെ തന്നെ അതെല്ലാരും വരും കേട്ടോ. മാനേജ്മെന്റ് വരും, ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് വരും, അതേപോലെ ഞങ്ങളെ മെന്റർ ചെയ്യുന്ന എല്ലാവരും വരും, അതേപോലെ പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് പല ഭാഗങ്ങളായിട്ട് പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപാഠികളെ എല്ലാവർക്കും നല്ല ഒരു സ്നേഹം നിറഞ്ഞ ക്രിസ്മസും അതുപോലെ തന്നെ പുതുവത്സരവും ആശംസിക്കുകയാണ്. ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ന്യൂ ഇയർ അത് ജാനുവരി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ദേവനായ ജാരൂസ് എന്ന് പറഞ്ഞൊരു ദേവന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജാരൂസ് എന്ന് പറഞ്ഞ ദേവൻ, ആ ദേവന് ഒരു പ്രത്യേകതയുണ്ട്. ആ ദേവന് 2 മുഖങ്ങളാണ്, മുന്നോട്ട് നോക്കിയിരിക്കുന്നതും പുറന്നോട്ട് നോക്കിയിരിക്കുന്ന 2 മുഖങ്ങൾ. ആ മുഖത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടാ. ആ മുഖത്തിന് മുന്നോട്ട് നോക്കി നിൽക്കുന്ന മുഖത്തിന് ഒരു വലിയ പ്രതീക്ഷയുടെ ഒരു മുഖമാണ്, നല്ല പ്രതീക്ഷയാ. പുറകിലോട്ട് നോക്കിയിരിക്കുന്ന മുഖത്തിന് ഒത്തിരിയേറെ കൃതജ്ഞതയുടെയും നന്ദിയുടെയും ഒക്കെ ഒരു മുഖമാണ്. അപ്പൊ ഞാൻ പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്ന ഈ ജാരൂസ് എന്ന് പറഞ്ഞ ദേവന്റെ മുഖത്തോട് സാദൃശ്യമുള്ള നല്ല പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മള് 2024 കുറേയേറെ നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും കുറെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നേക്കാം. പക്ഷെ എങ്കിലും നമ്മൾ എപ്പോഴായിരുന്നാലും ഈ 2024 നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മള് സങ്കടപ്പെട്ടപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, സന്തോഷിച്ചപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അത് മാത്രം നമ്മളെ വിട്ടു പോയില്ല. ഇന്ന് നമ്മുടെ എല്ലാവരെയും ഒറ്റക്കാക്കി ആ 2024 പോവുകയാണ്. ഒരിക്കലും തിരിച്ചു വരാതെ, ഒരിക്കലും കണ്ടുമുട്ടാതെ ആ 2024 പോവുകയാണ്. നമുക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ 2024 യാത്രയാക്കാം. അതേപോലെ തന്നെ വലിയ പ്രതീക്ഷയോടെ, വലിയ നന്മയോടെ, വലിയ ഉത്സാഹത്തോടെ 2025 നമുക്ക് സ്വീകരിക്കാം. എന്ത് തന്നെ ജീവിതത്തിൽ അത് സംഭവിച്ചാലും, നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ കോട്ടം വന്നാലും നമുക്ക് എല്ലാത്തിനും അതിജീവിക്കാനുള്ള ഒരു കരുത്തുണ്ടെന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. ഈ 2025
ലേൺ വൈസിലെ എല്ലാ ടീം മെമ്പേഴ്സിനും ഞങ്ങളുടെ ടീച്ചർമാർക്കും പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപാഠികൾക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ പുതുവത്സരത്തിന്റെയും എല്ലാ നന്മകളും ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജോബ്. അപ്പൊ നല്ലൊരു മെസ്സേജ് തന്നെയാണ് തന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ്. അപ്പം ഞാനിപ്പം ഓക്കെ. താങ്ക് യു സോ മച്ച്. ഡ്രൈവ് ചെയ്യുമ്പോൾ സേഫ് ആയിട്ട് പോവുക. ക്യാമറ ഇനി ഓൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സേഫ് ഡ്രൈവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി ആരാണ് നെക്സ്റ്റ്? ഇതിന് ശേഷം ഇനി നമുക്ക് കലാപരിപാടികളൊക്കെ ഉള്ളതാണ്. നല്ല വെറൈറ്റി ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അതിനു മുമ്പേ ആരെങ്കിലും ഒക്കെ വരിക. എനിക്ക് തോന്നുന്നു ഏബിൾ റെഡി ആണെന്ന് തോന്നുന്നുണ്ട്. ഏബിൾ റെഡി ഫോർ എ പ്രോഗ്രാം. കൊച്ചു കുട്ടികളെ ഉഷാറായിട്ട് മൈക്കൊക്കെ ഓൺ ചെയ്ത് പറയുന്നുണ്ട്. എന്നിട്ട് ബാക്കി എവിടെ എല്ലാവരും? ചന്ദ്രബോസ് കേട്ടോ, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് സാർ. പറയൂ സർ, കേൾക്കാമോ? പറയൂ. ഞാൻ ഈ വർഷം റിവാർഡിംഗ് ആണെന്നാണ് മെസ്സേജ് ഇട്ടത്. അതിന് കാരണം എനിക്ക് 55 വയസ്സുള്ള ഒരാളാണ്, ജോലി ചെയ്യുന്ന ഒരാളാണ്. ആ പ്രായത്തിലുള്ള ഒരാൾക്കുള്ള എല്ലാ പ്രാരാബ്ധങ്ങളൊക്കെ ഉള്ളയാളാണ്. പക്ഷെ എനിക്ക് ഈ വർഷം എഴുതിയ പേപ്പറൊക്കെ കിട്ടി എന്നുള്ളതാണ് എനിക്ക് സന്തോഷമായിട്ട് തോന്നിയത്. അപ്പം അതിന് ലേൺ വൈസിന്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിന് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ മെച്ചപ്പെട്ട, മെറ്റീരിയലൊക്കെ മെച്ചപ്പെട്ടത് തന്നെയായിരുന്നു. എനിക്ക് ഒരു ഇൻസ്പിറേഷന് വേണ്ടി പറയാനുള്ള ഒരു കാര്യം, ബാക്കി എൻ്റെ സഹപഠിതാക്കളോട് പറയാനുള്ളത്, ഒരു 2 മാസത്തെ എഫേർട്ട് ഇട്ടാൽ നമുക്ക് എല്ലാ പരീക്ഷയും പാസ്സാവാൻ പറ്റും എന്നാണ് ഇപ്പം എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായത്. അതൊന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് ഒരു ദിവസം 2-3 മണിക്കൂർ നമ്മൾ അതിനെ നീക്കി വെച്ചിട്ട് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കി തുടർച്ചയായിട്ട് വരുന്ന കുറേ ചോദ്യങ്ങൾ ഇപ്പം ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് അത് പഠിച്ചിട്ട് പോയാൽ നമ്മൾ ജയിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. എനിക്ക് ഒരു പേപ്പർ സപ്ലിമെന്ററി ഉണ്ടായിരുന്നു, അതൊരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഉണ്ടായിപ്പോയതാണ്. ഇന്ന് ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ അത് ജയിക്കുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അപ്പോൾ അതിനൊന്നും വലിയ എഫർട്ട് എടുക്കേണ്ട വന്നില്ല. കുറച്ച് ടാക്ടിക്സ് ആണ് കൂടുതൽ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. അതുകൊണ്ട് പഠിക്കുന്ന എല്ലാവരും ആ ഒരു മെത്തേഡ്, ഇനിയിപ്പോൾ ഇത് നന്നായി പഠിക്കുന്നവർ ധാരാളം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അത്യാവശ്യം പഠിക്കാൻ വിഷമം വിചാരിക്കുന്ന ആൾക്കാർക്കും ഈ ജീവിത പ്രാരാബ്ധമുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. താങ്ക് യു ചന്ദ്രബോസ്. സോ ഇനി നമുക്ക് നമ്മുടെ കുറച്ചുകൂടെ കലാപരിപാടികളൊക്കെ, ലൈവ് പ്രോഗ്രാംസ് ഒക്കെ ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് മൂവ് ചെയ്യാം അല്ലെ തഹസീൻ മാം? അതെ. ഇനി അടുത്തതായിട്ട് കുറച്ച് സ്പെഷ്യൽ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സുനീറ മാം, താങ്ക് യു സോ മച്ച്. അടുത്ത നമുക്കിവിടെ വരുന്നത് BA സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്കൊരു ഇൻസ്ട്രുമെന്റ് വായിക്കാനായിട്ട് ഏബിൾ ബെന്നി റെഡി അല്ലേ? ഇപ്പൊ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് പരിചയപ്പെടുത്തിയാണ്. ഇതാണ് പിയാനോ മെലഡിക്ക. അപ്പോ ഒരു സോങ് ഞാൻ പ്ലേ ചെയ്യാം. ക്രിസ്മസിന്റെ ഒരു ബന്ധം ഉണ്ടാകുന്ന പക്ഷേ ഞാൻ പഠിച്ചൊരു സോങ്. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ സഹിക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, താങ്ക് യു. Okay, thank you so much. Abel, thank you. Okay. Akshara ma'am.
താങ്ക് യു ഏബിൾ. താഴത്തെ ചാറ്റ് ബോക്സിലെ മെസ്സേജ് ഒക്കെ നോക്കുക കേട്ടോ. എല്ലാ ഏബിളിനുള്ളതാണ്, ഞങ്ങൾക്കുള്ളതല്ല. അത് കണ്ടുകൊള്ളുക. അടുത്തതായിട്ട് നമുക്ക് സൂസനെ വിളിക്കാം. സൂസൻ ലൈവ് പെർഫോമൻസിനായിട്ട്. സൂസൻ അവൈലബിൾ ആണോ? യെസ് ഉണ്ടല്ലോ. ഓക്കെ. നല്ല ലൈറ്റ് ഒക്കെ ആണല്ലോ. കറക്റ്റ് ക്രിസ്മസ് ഇവന്റിലാണല്ലോ ഇരിക്കുന്നത് സൂസൻ. അതെ അതെ അതെ. ഓക്കെ. ഞാൻ മുംബൈയിൽ തുടങ്ങാം. നിന്നാണ് കേട്ടോ. ഞാൻ മുംബൈയിൽ ഓക്കെ നിന്നാണ്. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അങ്ങനെ. വിണ്ണിൽ കണ്ണു ചിമ്മി മിന്നും താരകങ്ങളോതും സ്നേഹഗാഥയായിതാ മണ്ണിൽ വന്നുദിച്ച പൊന്നിൻ സൂര്യനാളമേകും പൊൻപ്രഭാതമായിതാ മേഘവീതിയിൽ അലയായലിഞ്ഞിടും ഒരു താരാട്ടു പാട്ടിന്റെ ഈണമായിതാ ഗ്ലോറിയ 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 आज की रात में कुसुम खिला है जीवन की रेक्षा का महक मिला है उम्मीदहीनों में उम्मीद जताने प्रभु यीशु जन्मा स्वर्गस्थन न्यू जाकर मानव रूप धारण कर आया मसीहा आया निसा निसरि स निस स निसरि स पद धनि ध पग पा निसा निसरि स निस स निसरि स पद धनि ध पग पा गम पद निसरि रि निसरि गरि सरि निसा in the bleak midwinter all creation groans for a world in darkness, frozen like a stone, light is breaking in his table for a throne, and he shall reign forevermore, forevermore, and he shall reign forevermore, forevermore. Unto us a child is born, the King of kings and Lord of lords, and he shall reign forevermore, forevermore. Thank you, Learnwise. എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു സോ മച്ച്. Thank you, and wishing you all a very happy new year. Thank you. താങ്ക് യു ഓക്കെ. സൂസൻ, താങ്ക് യു താങ്ക് യു സൂസൻ. സോ മച്ച്. Thank you. നല്ലൊരു പാട്ടായിരുന്നു. നമ്മൾ എല്ലാവരും ഇതും വളരെ, എക്സ്പെഷ്യലി മീ പേഴ്സണലി വളരെയധികം എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. കാരൽസിന് പ്രസന്റ് ചെയ്ത സോങ്സ് ആണ് ഇപ്രാവശ്യം. ഓ ഗ്രേറ്റ്. ഓക്കെ. Thank സോ you. Thank you. നെക്സ്റ്റ് ആയിട്ട് ഓക്കെ. പ്രാർത്ഥന റെഡിയാണ്. വീഡിയോ ഒക്കെ ഓണായി സെറ്റാണ്. Thank you, ma'am. Wish you all a Merry Christmas and Happy New Year. നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ നിഷ്ഫലമാം ജീവിതങ്ങളിൽ നിസ്തുലമായി പൂവണിഞ്ഞിടാം നിഷ്ഫലമാം ജീവനിൽ ദിവ്യമാരി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാം നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ കൈവിടല്ലേ നാദാ തള്ളിടല്ലേ
തള്ളിടല്ലേ ദേവാ പ്രാണന്റെ പ്രാണനേശുവേ. നിൻ സ്തുതി ഗീതം ഞങ്ങളുടെ നാവിൽ, നിൻ ദിവ്യ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്കഭയം. നിൻ സ്തുതി ഗീതം ഞങ്ങളുടെ നാവിൽ, നിൻ ദിവ്യ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്കഭയം. നാദാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൻ ആഴമറിയാൻ. കൈകൾ തളരുമ്പോൾ, കാൽകളിടറുമ്പോൾ, ഏകാന്ത കാന്തരാകുമ്പോൾ. കൈകൾ തളരുമ്പോൾ, കാൽകളിടറുമ്പോൾ, ഏകാന്ത കാന്തരാകുമ്പോൾ. നിൻ സാന്നിധ്യത്താൽ ഞങ്ങൾ ഉണർന്നിടാൻ, നിന്നറിവാലെ ഞങ്ങൾ ലക്ഷ്യം നേടിടാം. നിൻ സാന്നിധ്യത്താൽ ഞങ്ങൾ ഉണർന്നിടാൻ, നിന്നറിവാലെ ഞങ്ങൾ ലക്ഷ്യം നേടിടാം. നാദാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൻ ആഴമറിയാൻ. നാദാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൻ ആഴമറിയാൻ. നിഷ്ഫലമാം ജീവിതങ്ങളിൽ നിസ്തുലമായി പൂവണിഞ്ഞിടാം. നിഷ്ഫലമാം ജീവനിൽ ദിവ്യമായി പെയ്തിറങ്ങി, നിസ്തുലമായി പൂവണിഞ്ഞിടാം. നാദാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൻ ആഴമറിയാൻ. നാദാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൻ ആഴമറിയാൻ. താങ്ക് യു. താങ്ക് യു പ്രാർത്ഥന, അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സോ മച്ച്. സോ ഇനി അടുത്തതായിട്ട് വരുന്നത് BA സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഗ്ലെൻ ആണ്. കിസ്പാതിയിൽ കിതാപടച്ചിരുപാത പോലെ മടങ്ങിലും കരയല്ല നാം ഹതാശയായി കരളേ. കിസ്പാതിയിൽ ഇശൽ മുറിഞ്ഞുടൽ വേറിടും സ്വരഗതി പോൽ പിടയുന്നവർ ഒഴുക്കൾ നാമെങ്കിലും കിസയതു തുടരും നീള പോലെ നാമേ അഴിമുക്തമണയും പെൺതിരമലർമാലകൾ അണിക്കുമോ മുകിലത്തർ ചൊരിയുമോ അലയാഴിപ്പോൾ നിലാവിനാലിഴച്ചേത്തുരാവു വിരിച്ചതിൽ ഇളവേൽക്കുവാൻ വിളിക്കയായി കരളേ. പൊന്നാനിയിൽ പുരാതനം പലതക്കകൾ ഉരുവിടുമീ പുകനാമ്പുകൾ ജപങ്ങൾ നാമെങ്കിലും കരയരുതിനി നീ മഴ പോലെ നാമേ മണലഴി തിരളും കണ്ണിമയടയാതെയും വിളി കാത്തു നീ ശരണ
മകരാന്തലുളി പോ എരിയണേ. താങ്ക് യു. താങ്ക് യു ഇത്ര സോ മതിയല്ലോ അല്ലേ? മച്ച്. ഓക്കെ സർ. ഓ അടിപൊളി. ഉഷാറായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ഗാനമായിട്ട് എത്തുന്നത് ഫർസാനയാണ്. ഫർസാന, ഇവിടെ പാടിയതൊക്കെ കേട്ടിട്ട് എനിക്ക് പാടണോ വേണ്ടിയോ എന്ന് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി പാടാറില്ല, ബാത്റൂം സിംഗറാണ്. പിന്നെ അക്ഷര മാം പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ട്രൈ ചെയ്തതേ ഉള്ളൂ. ആരും തക്കാളി മുട്ട എടുത്തൊന്നും എറിയല്ലേ. വെൺമതിലകൾ ചൂടും വെണ്ണിൻ ചാരുതയിൽ പൂഞ്ചിറകുകൾ തേടി വാനിന്നതിരുകൾ തേടി പറന്നേറുന്നു മനം മറന്നാടുന്നു. സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും അറിയാതെ അറിയാതെ അമൃത സരസിൽ കരയിൽ പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങോ. ജന്മങ്ങൾ ഉൾകുമ്പിൻ നാദം നൽകൂ. ദൂതും പേറി നീങ്ങും മേഘം മണ്ണിന്നേകും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങൂ. ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. താങ്ക് യു. ഇത്രയേ ഉള്ളൂ. ഞാൻ ഓക്കെയാണ്. ശൈലജ ഓക്കെയാണ്. ഓക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. വി മധുസൂദനൻ നായരുടെ ഇരുളിൻ മഹാനിദ്രയിൽ എന്ന കവിത പാടാം. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പീലി തന്നു. നിന്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെന്നു വേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെന്നു വേറെ. ജീവനൊഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെന്നു വേറെ. കനവിന്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശമെന്നും വേറെ. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും. കനിവിലൊരു കല്ല് കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും. നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോകുന്നു. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണ പൊലിയുമ്പോഴാണെന്റെ സ്വർഗം നിന്നിലടിയുന്നതേ നിത്യസത്യം. താങ്ക് യു. താങ്ക് യു ഫർസാന ആൻഡ് ശൈലജ മാം. താങ്ക് യു സോ മച്ച്.
ഓക്കെ, അപ്പൊ ഏകദേശം നമ്മുടെ പ്രോഗ്രാമിന്റെ എൻഡിങ് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസും മാക്സിമം നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരൂടെ ലെങ്തി ആക്കാൻ ഞങ്ങൾ ഇച്ചിരൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ടൈം എന്നത് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. പറഞ്ഞല്ലോ, നേരത്തെ മുമ്പേ തന്നെ പറഞ്ഞതാണ്, ജോബൊക്കെ പറഞ്ഞതാണ്. കഴിഞ്ഞു പോയതിനെ പറ്റി നമുക്ക് ഇനി പറയാനൊക്കില്ല. അതേപോലെ തന്നെ സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും വിലപ്പെട്ടത് തന്നെയാണ്. അതിനെല്ലാം ഒരു പരിമിതികളുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, ഇല്ല എങ്കിൽ ഇച്ചിരൂടെ നല്ല രീതിയിൽ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ച് വളരെ സക്സസ് ആയിട്ട് നമുക്ക് പ്രോഗ്രാം കൊണ്ടുവന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ്, നല്ല രീതിയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ ഏത് കാര്യങ്ങളായാലും. അപ്പൊ ഇതേപോലെ തന്നെ ഇനിയും വരുന്ന കമ്മിങ് സെഷൻസിൽ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫർസാനയ്ക്ക് ചമ്മലൊന്നും വേണ്ട, നല്ല രീതിയിലാണ് പാടി അത്രയും തന്നെ നല്ലതായിരുന്നു കേട്ടോ. ഇനി വീഡിയോ ഒന്ന് ഓഫ് ചെയ്തൊന്നും ആരും ഇരിക്കണ്ട, വീഡിയോ ഓൺ ചെയ്ത് തന്നെ വരിക. പറഞ്ഞുല്ലോ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളത്. അപ്പൊ അതിന് ആ ഒരു കറേജ് വേണം. അതിന് വീഡിയോ ഓൺ ചെയ്ത് തന്നെ എല്ലാവരും ഇനിയിപ്പോ നമുക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഓറിയന്റേഷൻ വരുന്നുണ്ട്, പിന്നെ ഓരോന്നും ഇവന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലെല്ലാം ഇതേപോലെ വീഡിയോ ഓൺ ചെയ്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബിലേറ്റഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വിഷസ് ചെയ്യാണ്. സോ ലേൺവൈസിന്റെ പേരിൽ എല്ലാവരോടും നന്ദി പറയുകയാണ്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇനി വരുന്ന വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ സക്സസ്ഫുൾ ആവാനായിട്ട് സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സോ താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.